ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ. ആകെന്നോ പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും ആത്മാവിന്റെ പുത്തൻ കാറ്റയക്കണമേ. ഈശോയെ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ കുളിപ്പിക്കണമേ, ബുദ്ധി അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവർക്കും മുട്ടുമേലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ജീവിതത്തിൻ്റെ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളെയാണ് നമ്മൾ ഓരോ ദിവസവും സാക്ഷ്യങ്ങളിലൂടെ കേൾക്കുന്നത്. ഈ ആഴ്ചത്തെ കുറേ നല്ല സാക്ഷ്യങ്ങളുണ്ട്. അതിലൊരു സാക്ഷ്യം നിലമ്പൂരുന്ന രമ്യ വർഗീസിൻ്റെ സാക്ഷ്യമാണ്. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടി ജീവിതം കറക്റ്റാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉടമ്പടിയിൽ നമുക്കൊരു വ്യക്തിക്ക് ബെനിഫിറ്റായിട്ട് വരണത്. ആൾക്കാരെ സ്വാഭാവികമായിട്ട് അന്വേഷിക്കുന്നതും നമ്മൾക്ക് ആലപ്പുഴ വരെ വെളുപ്പിന് എഴുന്നേറ്റ് പോയത് അവിടെ ചെന്നുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നാണ്. കാര്യം വെളുപ്പിന് എഴുന്നേക്കുന്നത് നിസ്സാര കാര്യമല്ലേ ഈ മഴക്കാലത്ത്. അപ്പോൾ 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്രയും ഈ ഉറക്കം നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് സാധാരണഗതിയിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആൾക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് പറയേണ്ട 2 ബെനിഫിറ്റുണ്ട്. ഒന്ന്, ബ്ലെസ്സിങ് സുനിശ്ചിതമാണ്. നമുക്കൊരു അംബിഗസ് വരത്തില്ല. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, അങ്ങനെ വരത്തില്ല. എത്ര കാര്യത്തിൽ ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണല്ലോ. അതാണ് എൻ്റെ പ്രത്യേകത. ഈ 2 സൈഡ് ലോക്ക് ചെയ്യണ പോലെയുള്ള വിഷയമാണ്. ദൈവത്തോട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഉടമ്പടി ചെയ്യുന്നത്. അപ്പം കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം അതുകൂടി നിങ്ങൾ അറിയണം നല്ലതാണ്. ഒരു മനുഷ്യൻ, ഞാൻ ചില സ്ഥലത്ത് ഓർക്കും മലയാളികളായ നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരാണെന്ന്. കാര്യം ഈ മലയാള സഭയിലാണല്ലോ ഈ വെളിപ്പാട് വന്ന ഉടമ്പടിയുടെ. ഞാൻ ഓസ്ട്രേലിയയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ഒരു 8 വൈറ്റായിട്ടുള്ള ആൾക്കാർ വന്നു. അവർ കുറച്ച് ദിവസങ്ങൾ അവിടെ ആ ധ്യാനത്തിൽ പങ്കെടുത്ത്. പക്ഷേ നമ്മുടെ മലയാളികൾ മലയാളം ധ്യാനം കൂടുന്ന പോലെ അവർക്ക് അത്രയ്ക്ക് ലളിതമായി അഭിഷേകമായിട്ട് കിട്ടാൻ ഭാഷയുടെ പരിമിതികളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സഭയിലെ ദൈവം ഇപ്പം എല്ലാ രാജ്യങ്ങളിലുമൊക്കെ ഇപ്പോൾ ഉടമ്പടി ധ്യാനം നടത്തിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിലും സ്വീഡനിലും ജർമ്മനിയിലും ധ്യാനമുണ്ട്. അത് 1 വർഷം 3 ധ്യാനമേ എടുക്കത്തുള്ളൂ. കൃപാസനത്തിൽ അച്ഛൻ എപ്പോഴും ഉണ്ടാകേണ്ടത് കാരണം ഞാൻ പോയാൽ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് അപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റിൽ പോരും. അവിടെ നിൽക്കാനോ കറങ്ങാനോ ഒന്നും നിൽക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ കൃപാസനത്തിൽ എനിക്ക് ഈ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ എപ്പോഴും പുറത്തു പോയാലും ഈ ചിന്തയായിരിക്കും. ക്യാൻസർ രോഗികൾ ഇപ്പം കൃപാസനത്തിൽ വന്ന് കാണും, അല്ലെങ്കിൽ ജപ്തി നടപടിക്കാർ വന്ന് കാണും. അപ്പോൾ അത് ആ ചിന്ത ഉള്ളത് കാരണം ഉടനെ പോരും. ഇപ്പം എന്താ വിഷയം എന്ന് പറഞ്ഞത്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് വേറെ ഒരിടത്തും പോകുന്നത് പ്രത്യേകിച്ച് മാതാവിന് എന്തുമാത്രം പ്രചോദനം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്കൊണ്ട് ഉണ്ടാകുന്ന ഗുണം, ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഗുണമുണ്ട്. ഞാനെന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ലെവലിൽ സംസാരിക്കുകയല്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വളരെ സീരിയസ് ആയിട്ട് പങ്കുവെക്കുകയാണ്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, കൃപാസനത്തിൽ ഉടമ്പടിയിൽ നമ്മൾ സാക്ഷികളാകേണ്ട ഒരു ആവശ്യം നമ്മളെക്കാളുപരി ദൈവത്തിൻ്റെതാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എന്താ ദൈവത്തിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മളത് കാരണം ആൾക്കാർക്ക് തിരി വെഞ്ചരിച്ച് കൊടുത്തു. 1/2 കിലോ ഉള്ള തിരിയാണ് വെഞ്ചരിച്ച് കൊടുത്തത്. അന്നത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർക്ക് 120 പ്രാർത്ഥനാ ഗ്രൂപ്പുകാർക്ക് അന്ന് വെഞ്ചരിച്ച് കൊടുത്തിട്ടുണ്ട് തിരി, 1/2 കിലോ ഉള്ള പച്ചത്തിരി.
പച്ചത്തിരി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ അമ്മ പറഞ്ഞു തന്ന കളറൊന്നുമല്ല ഞാൻ അന്ന് ഉപയോഗിച്ചത്. മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയത് പച്ചത്തിരിയായിരുന്നു. അതുകൊണ്ട് ഒരു തിരി 1 കിലോ ഉണ്ടായിരുന്നു. അത് അങ്ങനെ 120 എണ്ണം മേടിച്ചു. എന്നിട്ട് 120. എന്നിട്ട് ഞാൻ ഈ ആൾക്കാരോട് പറഞ്ഞു, അന്ന് കടലോരത്ത് എനിക്ക് കുറേ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ടായിരുന്നു കൃപാസനത്തിന്. അപ്പോൾ പുന്നപ്പുറ മുതൽ കൊച്ചി വരെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിന് പറഞ്ഞ് കൊടുത്ത്, ഇതുകൊണ്ട് ഇനി കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കടലോരത്തെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, അതിപ്പോഴും അറിയത്തില്ല. ഞാൻ ചെല്ലാനത്ത് ചെല്ലുമ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ചെല്ലാനത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ചേട്ടത്തിമാരെല്ലാം എന്നെ കണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി കടലോരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട്, ഇവിടെയാണ് ഞങ്ങൾ തിരി കത്തിച്ചതെന്ന് പറഞ്ഞ് എന്നോട്. അച്ഛനന്ന് പറഞ്ഞില്ലേ 2004 തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ, ഇവിടെയാണ് ഞങ്ങൾ തിരി കത്തിച്ചതെന്ന്. അപ്പം ഞാനവിടെ മുട്ട നിന്ന് പ്രാർത്ഥിച്ച്. അപ്പം എനിക്കറിയാവില്ല എൻ്റെ ഗൗരവം എന്താണെന്ന്. അവരെന്ന് പ്രാർത്ഥിച്ചതാണ്, പക്ഷെ ഞാൻ ആ സ്ഥലം കണ്ടപ്പോൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച്. അപ്പോഴേ അതിന് ശേഷം സുനാമി ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഞാനങ്ങനെ ധരിച്ചത് കാരണം ഒരു മടിയനായിട്ടിരുന്ന്, അങ്ങനെയല്ല, അമ്മ പറഞ്ഞ ദുരന്തം സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മനസ്സിലെ ആദ്യത്തെ സെറ്റിൽമെൻറ്റ്. പിന്നെയാണ് ഈ ദുരന്തം ഒഴിയാത്ത ഒരു ലോകത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടോട് തീർന്നില്ലല്ലോ. പിറ്റേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ചിക്കൻ ഗുനിയ വന്നു. ചിക്കൻ ഗുനിയയുടെ ആൾക്കാർ ഇന്നും, കോവിഡ് വന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല, സുഖപ്പെട്ടവർക്ക്. ചിക്കൻ ഗുനിയ സുഖപ്പെട്ടവർ ഇപ്പോഴും മുടന്തി നടക്കുന്നുണ്ട്. ഇപ്പം ചിക്കൻ ഗുനിയ ഒരു 3 വർഷത്തോളം നിന്നായിരുന്നു. ഇവിടെ അന്നൊരു സിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ ചിക്കൻ ഗുനിയ പിടിച്ചു. പിന്നെ അവരിങ്ങനെ മുടന്തി നമുക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോഴും എൻ്റെ തലയിൽ ചെന്നില്ല, ഇത് അമ്മ ദുരന്തമുണ്ടാകുമ്പോഴെന്ന് അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കേസൊക്കെ ഉണ്ടല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കണമെന്ന്. അപ്പോഴെനിക്ക് തോന്നിയില്ല. അതിനുശേഷം പിന്നീട് ഒരു 12 ആയപ്പോൾ നിപ്പ വൈറസ് വന്ന് കുറേ ആൾക്കാരെ നക്കിക്കൊണ്ടുപോയി, വവ്വാൽ വന്ന് നക്കിക്കൊണ്ടുപോയി. അപ്പോൾ നമ്മളാരും മരിക്കാഞ്ഞ കാരണം നമുക്ക് ആർക്കും അത് ആ ടെൻഷനില്ല. പക്ഷേ മരിച്ച വീടുകൾ കേരളത്തിലുണ്ട്, എന്തുമാത്രം ഉണ്ടാവും. അവർക്ക് അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാകും. ഇപ്പോഴും ഈ സാധനം ഇവിടെയൊക്കെ കറങ്ങി കിടക്കുകയാണ് കേരളത്തിൽ. ആൾക്കാരൊക്കെ റംബുട്ടാനൊക്കെ വെട്ടി മാറ്റണം അല്ലേ, എന്താ ആവേശത്തോടെ വെച്ചതാ. റംബുട്ടാനൊക്കെ എന്താ ആവേശത്തോടെയാണ് ആൾക്കാർ വെച്ചത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പലയിടത്തും റംബുട്ടാൻ ഈ വവ്വാൽ വരണത് കാരണമേ, റംബുട്ടാൻ പഴുത്ത് കഴിയുമ്പോൾ വവ്വാൽ വരുമല്ലേ, വവ്വാലിൻ്റെ കൂടെ നിപ്പ വരുമല്ലേ. അപ്പോൾ കാരണം ആൾക്കാർ പേടിച്ച് റംബുട്ടാൻ വെട്ടുകയാണ്. ഇപ്പം നിങ്ങൾ വീട്ടിൽ പോയി വെട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ വിശ്വാസത്തിലല്ലേ നമ്മൾ ജീവിക്കണത്. ഇപ്പം എന്നാ വിഷയം എന്ന് പറയണത്, ഈ ദുരന്തമെന്ന് പറയുന്ന ഒരു വിഷയം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എവിടെയോ ഏതോ സ്ഥലമെടുത്തവർ സ്വന്തമായിട്ട് ഇവിടെ വീട് വെച്ച് താമസിക്കുകയാണ്. ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം, അത് കഴിയുമ്പോൾ ഒന്ന് സമാധാനമായപ്പോഴാണ് ഇത് പ്രളയം വന്നത്. പ്രളയം 99 പ്രളയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, എൻ്റെ പഴയകാല ചിത്രങ്ങൾ. പക്ഷെ അതിനേക്കാളും 3 ദുരന്തമാണ് പിന്നീട് നടന്നത്. അങ്ങനെ 2 പ്രളയം വന്ന്, പിന്നെ എൻ്റെ കൂടെ കോവിഡ് 2 പ്രാവശ്യം വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 1/4 നൂറ്റാണ്ട് കാലം, അതെ ഇപ്പോൾ 2026 ആയില്ലേ, ഈ 1/4 നൂറ്റാണ്ട് കാലത്തോളം ഇങ്ങനെ മാറി മാറി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കൂടെയാണ് വ്യക്തി ദുരന്തങ്ങളൊക്കെ വരണത്. ഇപ്പം ഈ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിൽ ചിലർ നല്ല കാലത്താണ് ഉടമ്പടി എടുത്തിരിക്കണത്. നല്ല കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉടമ്പടി എടുക്കേണ്ട ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ മാതാവ് അവരോട് പറഞ്ഞ് ഉടമ്പടി എടുത്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന്. അതെന്താ വെച്ചാൽ നമ്മൾ ദൈവവുമായിട്ട് കുറേ ഇങ്ങനെ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ, എൻ്റെ മക്കളെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്, ദൈവമായിട്ട് നമ്മൾ വിശ്വാസത്തെ ജീവിക്കുകയാണെങ്കിൽ
സത്യസന്ധമായിട്ട് ജീവിക്കണം. അല്ലാതെ അഴകുഴമ്പൻ ജീവിതം, നമുക്ക് നമ്മുടെ സമയവും പോകും, കാശും പോകും, കഷ്ടപ്പാടുമാണ് എന്നാൽ ഒന്നും അതുകൊണ്ട് മെച്ചവും ഉണ്ടാകത്തില്ല. അതാണ് ഈ അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ ഇപ്പം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരു മേമ്പടിക്ക് വിശ്വസിച്ചേക്കാം. എന്നിട്ട് നമ്മൾ വിശ്വാസത്തെ നമ്മൾ ആചാരവുമായിട്ട് കണക്ട് ചെയ്ത് കളയും. നമ്മുടെ ഏറ്റവും ഒരു പരാജയം എനിക്ക് മനസ്സിലായത്, വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസത്തെ എന്തു ചെയ്യും? ആൾക്കാർ ആചാരവുമായിട്ട് കണക്ട് ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസത്യമായിട്ട് അതിന് കണക്ഷൻ ഇല്ല. അവിടെ കളവും വഞ്ചനയും തോന്നിവാസവും ദൈവത്തിന് ദൈവഹിതം തിരയാത്ത, അന്വേഷിക്കാത്ത ജഡിക ജീവിതവുമായിട്ട് അത് പാരൽ ലൈഫായിട്ടാണ് പോണത് ആൾക്കാർ. പാരൽ ലൈഫ്, ഒരു ലൈഫ് ജഡിക ജീവിതത്തിൻ്റെ ലൗകായികമായ ജീവിതവും അതിൻ്റെ കാഴ്ചപ്പാടുകളും അതിൻ്റെ ചിന്താപദ്ധതികളും, ഒരു വശത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ദൈവത്തിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി കുറേ ആചാരങ്ങളും ആ ആചാരങ്ങളുടെ വഴിയെ ഒരു ലൈൻ പോകും. അപ്പോൾ ഒരിക്കലും ഈ അന്തസത്തയായിട്ടുള്ള ആത്മീയ അന്തസത്തയുള്ള ജീവിതവും എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് നമ്മളങ്ങനെ അധികം ആലോചിക്കപ്പെടുന്നില്ല. നമ്മൊരു ഭൗതിക ജീവിതമാണ് നമുക്കുള്ളത്, ആൾക്കാർ സാധാരണ ജീവിക്കണത്. ഇപ്പുറത്തുള്ളത് ആചാര ജീവിതമാണ്. അപ്പോൾ ഈ ആചാര ജീവിതം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിൻ്റെ മെച്ചപ്പെടുത്തലിന് വേണ്ടിയാണ്. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നു മനുഷ്യന്. അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. എന്താണ് ഇപ്പം ഞാനിപ്പോൾ അച്ഛനായിട്ട് 40 വർഷം, ഉടമ്പടിയുടെ 15 അപ്പോൾ 11-ാം വർഷം, ഉടമ്പടിയുടെ 11-ാം വർഷം. ഈ ഉടമ്പടിയുടെ 11-ാം വർഷവും സുവിശേഷ വേലയുടെ 40-ാം വർഷവും പൂർത്തിയാക്കിയിട്ട് ഞാനങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയൊരു വിഷയം, ഈ മനുഷ്യന്മാർക്കുള്ളതെന്ന് പറയുന്നത് ഒരു ലോക ജഡിക ജീവിതമാണ്. ആൾക്കാർ പിന്നെ ചെയ്യണമെന്ന് പറയണത്, ഈ ജഡിക ജീവിതത്തിൽ നമ്മുടെ ചില പരാജയങ്ങൾ വരുമ്പോൾ ആചാര ജീവിതം അതിൻ്റെ അകത്ത് ഒരു സപ്പോർട്ടിന് വേണ്ടി എടുക്കും. ഒരു സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആചാര ജീവിതം കൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ഇവിടെ മലയാളികൾക്ക് ആചാരമാണ്. ആത്മീയത എന്ന് പറയുന്ന സംഭവം ഇല്ല നമുക്ക്. അതിന് പകരം ഒരു ആചാരങ്ങളുടെ എന്തോ ആകത്തുകയാണ് ആയിട്ടാണ് ആത്മീയതയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ, എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവതിരുസന്നിധിയിൽ മൂല്യം കുറഞ്ഞു പോകും. അതാണ് വിഷയം. കാരണം ദൈവം ജീവിതത്തിൽ കക്ഷിയല്ല. ദൈവം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഡയറക്റ്റ് കക്ഷിയല്ല. നമ്മളത് അനുവദിക്കത്തുമില്ല. പണ്ട് ലെഗ്യോൻ വന്നപ്പോൾ, കർത്താവ് അടുത്ത് വന്നപ്പോൾ ലെഗ്യോൻ ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? നിനക്ക് എന്താണ് എൻ്റെ കാര്യത്തിൽ നീ എന്തിന് ഇടപെടുന്നു? അത് നിസ്സാര ചോദ്യമല്ല, വലിയ ഗുരുതരമായൊരു ചോദ്യമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൈകൾ വീശിക്കൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ ശാശ്വത സന്തോഷമേ. ആരാധന.
സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ. Praise the Lord. Praise the Lord. ലൂക്ക 8:28. ലൂക്ക 8:28. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഒരു നിലപാടിൻ്റെ ഭാഗമാണിത്. പിശാചിൻ്റെ ഒരു ആധ്യാത്മികതയാണത്. ഇപ്പം കേട്ടത് സ്പിരിച്വാലിറ്റി ഓഫ് എ സൈറ്റൻ ലിഗ്യോൺ. അയാളങ്ങനെ പറയുന്നതിൽ അയാളുടെ ഒരു ഷൂസിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ വലിയ തെറ്റില്ല. ഒരു ഡീസൻ്റ് മനുഷ്യനാണ് ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾ. എന്താ കാര്യം, അയാളെ ഒരു കാര്യം പറയുന്നുണ്ട്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. അത് കണ്ട അവിടെ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിലൊന്നും പുള്ളി പാര വെക്കുന്നൊന്നുമില്ല. അത് പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇടയ്ക്കൊക്കെ പിശാച് പറയും, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നൊക്കെ പറയുന്നില്ലേ. ഈ നോസ് ആളിന് ആ കാര്യങ്ങളറിയാം. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ദൈവത്തെ കൂട്ടാൻ പിശാചിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ചോദിക്കണത്, വൈ ഷുഡ് യു ഡിസ്റ്റർബ് മീ, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കാൻ പാടില്ലേ. അയാൾ വളരെ മാന്യനായൊരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ എൻ്റെ വഴിക്ക് വിട്ടേക്കാൻ പാടില്ല എന്നാണ്. ഇത് പൊതുവെ മനുഷ്യരുടെ ആധ്യാത്മികതയുടെ ഒരു അലകം പിടിയും ആകുന്നുണ്ട്. വെച്ചാൽ നമ്മളുടെ കുത്തിത്തിരിപ്പുകളും കുന്നായ്മകളും അതുപോലെ തന്നെ കള്ള കച്ചവടങ്ങളും അതുപോലെ തന്നെ ഉള്ള പലതരത്തിലുള്ള രഹസ്യ ജീവിതങ്ങളെല്ലാം കൂടി അത് ആ വഴി അങ്ങനെ പോകും. അവിടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനൊരു കുറച്ച് കംഫർട്ടാകുന്നൊരു മേഖലയാണത്. അതുകൊണ്ട് നീ മഹോന്നതനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, സ്തുതി വേണം, ബഹുമാനം വേണം, ആരാധന വേണം, എന്നാ സംഭവം തരണം, എനിക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ കംഫർട്ട് സോണിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പിശാചിൻ്റെ ഒരു നിർദ്ദേശമാണ്. എൻ്റെ കംഫർട്ട് സോണിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനൊരു സുരക്ഷിത മേഖലയിൽ അവിടെ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറയണം. ഇത് പിശാചിനും അല്ലെങ്കിൽ മനുഷ്യന്മാർക്കും ചില സമയത്ത് ഇതൊരു നിലപാട് ദൈവത്തോടുണ്ടാവും. ദൈവത്തോട് നിലപാടുണ്ടാകും. അപ്പം ഈ ഉടമ്പടിയുടെ വഴിക്കേ പോകും. പക്ഷേ നമ്മൾ ചിലപ്പോൾ അനിയൻ്റെ സ്വത്ത ചേട്ടൻ്റെ സ്വത്ത നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ അത് എടുക്കത്തുമില്ല, നമ്മൾ വിൽക്കാൻ അനുവദിക്കത്തുമില്ല. അതാണ് വിഷയം. അവന് അത് വിറ്റിട്ട് ചിലപ്പോൾ വീട് വെക്കുക, വീട് മേടിക്കുകയോ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുകയോ എന്തെങ്കിലും വേണ്ടി വരും. നമ്മുടെ അപ്പൻ ഉടമ്പടി ചെയ്തപ്പോൾ നമ്മുടെ വേലിടകത്താണ് അവൻ്റെ വസ്തു കിടക്കുന്നത്. അത് നമ്മൾ മാന്യമായ വിലക്ക് എടുക്കത്തുമില്ല, അത് കൊടുക്കാൻ അനുവദിക്കത്തുമില്ല. ഉടമ്പടി വഴിക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കംഫർട്ട് സോണെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതാണ് കംഫർട്ട് സോണെന്ന് പറയണത്. ദൈവം ഇടപെടേണ്ട മേഖലയിൽ ദൈവത്തിന് ഇടപെടുത്തത്തില്ല. പിന്നെ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് അത് ഉടമ്പടിയുടെ വഴിക്ക് പോകും. ഇതുകൊണ്ടാണ് ഇതിൻ്റെ വരുന്ന വിഷയം പറയുന്നത്. ഇത് ഒന്നാമത്തെ ഉടമ്പടി നമ്മൾക്കിങ്ങനെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള കാരണം നിങ്ങളൊരു കോമ്പറ്റൻ്റ് പാർട്ട്ണർ ആകത്തില്ല ഒരിക്കലും. നിങ്ങൾക്കിങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കുറച്ച് ചിന്താഗതികൾ മനസ്സിലുള്ളത് കാരണം, ആ വഴിക്ക് നിങ്ങൾ ജീവിക്കുന്ന കാരണം നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ വോട്ട് ചെയ്യുന്നില്ല. ആൾക്കാർ പോയി വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്താലും ചില വോട്ടുകൾ അസാധുവാകുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, അല്ലേ? അത് കറക്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, അർഹതയുണ്ട്, അതിൻ്റെ കാർഡുണ്ട്, അത് കാണിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് ബാലറ്റ് പേപ്പർ തരുന്നുണ്ട്, നിങ്ങളിവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ കാര്യങ്ങൾ ഈ സാധനം അസാധുവായിപ്പോയി. ഇതുപോലെ ഉടമ്പടികൾ, അസാധു ഉടമ്പടികളുണ്ട് ഒത്തിരി. അതെപ്പോഴും നമ്മൾ നോക്കണം. ഞാൻ വന്ന് പുതുക്കി എന്ന് പറഞ്ഞാൽ അതൊരു യാന്ത്രികമായ ഒരു ഏർപ്പാടാണ്. ചിലർക്ക് പുതുക്കണ ഒരു യാന്ത്രികമായ ഏർപ്പാട്. ആലപ്പുഴ വരിക, പത്രം കൊണ്ട് കുറച്ച് ഗ്ലാസ് കയറ്റുക, ആ പത്രം കൊണ്ട് കാണിക്കുക, ഒപ്പിട്ട് മേടിക്കുക, സന്തോഷമായിട്ട് പോവുക. അപ്പം ഞാനൊരു 3 പുതുക്കൽ കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, സാക്ഷിയൊന്നും ആയില്ലേ? അപ്പോൾ അവർ വളരെ കൂളായിട്ട് ഒന്നും ആയില്ല അച്ഛാന്ന് പറയാം. ആകാൻ സാധ്യതയില്ല, വണ്ടി വിട്ടേക്കാൻ പറയും. ആകാൻ സാധ്യതയില്ല. കാര്യം എന്താ കാര്യം? എന്നോട് അമ്മ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിരങ്ങൾക്ക് അമ്മ ഉടനടി പരിഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ നിനക്കെന്തുകൊണ്ടാണ് 3 പുതുക്കിയിട്ട് ഉടമ്പടി ശരിയാകാത്തത്? അപ്പം നീ അത് ശരിയാക്കാഞ്ഞിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നീ അത് ശരിയാക്കാഞ്ഞിട്ടാണ്. ഒരു കാര്യം എൻ്റെ സഹോദരൻ, കുറേ ആൾക്കാർ നല്ല തടവറയിലാണ്. അവർക്ക് ദൈവം നേരിട്ട് വന്നാലേ അവർ രക്ഷപ്പെടത്തുള്ളൂ. എന്താ കാര്യം വെച്ചാൽ, നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ടും, ഒന്നാമത് ബൈബിളിൻ്റെ രീതി നിങ്ങൾക്ക് അറിയാവില്ല. ഇത് ശത്രുവിന് ഒരിക്കലും ശത്രുവായിട്ട് നിലനിർത്തിയാൽ ബൈബിള് ആ വഴിക്ക് പിന്നെ വരത്തില്ല. അതാണ് വിഷയം. നിങ്ങൾക്ക് 3 ഉടമ്പടി പുതുക്കിയിട്ട് നിങ്ങൾക്ക് ശത്രു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിക്കല്ല, ഒന്നിനും നിങ്ങളെ കൊള്ളത്തില്ലെന്ന് എൻ്റെ അർത്ഥം. ഉടമ്പടിക്ക് മാത്രമല്ല, ദൈവമായിട്ടുള്ള ഒരു പരിപാടിക്കും നിങ്ങളെ കൊള്ളത്തില്ലെന്ന് എൻ്റെ അർത്ഥം. 3 ഉടമ്പടി നിങ്ങൾ പുതുക്കിയിട്ടും നിങ്ങൾ സംസാരിക്കാത്തതും നിങ്ങൾ സഹകരിക്കാത്തതുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഉടമ്പടിക്ക് മാത്രമല്ല ദൈവമായിട്ടുള്ള ഒരു ഏർപ്പാടിനും യു ആർ നോട്ട് ഫിറ്റ്. നിങ്ങൾ ഫിറ്റല്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സത്യസന്ധമായി അങ്ങയോട് ഉടമ്പടി ചെയ്ത് ജീവിക്കുവാൻ എന്റെ പരാധീനതകളെ പരിഹരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ സാക്ഷിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവദാവേ മഹത്വം, ദൈവദാവേ ആരാധന. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക എല്ലാവരും. കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയ സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യത്തോടുള്ള ഭക്തിയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഒരുമിച്ച് പാടുക. ആനന്ദത്തിൽ സന്തോഷമേ ആനന്ദ
സന്തോഷമേ. ആരാധന. സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ ശാശ്വതമാ സന്തോഷമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ഭാഗ്യപ്പെട്ടവരാണ്. കാര്യം നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്തെ ഒരു ആരാധന നടത്തുകയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. എന്തൊരു ഭാഗ്യമാണത്. ഞാനധികം സംസാരിക്കാതെ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുന്നതിൻ്റെ കാരണം, നിങ്ങളെ ഈ ആരാധനയിലൂടെ കർത്താവ് മഹത്വപ്പെടുകയും നിങ്ങൾ വെറും കൈയോടെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞില്ലേ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു. എന്നിട്ട് പറഞ്ഞ എന്താണ്? അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. എന്തോ ഒരു ഈശോയാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ ശാശ്വതമാ സന്തോഷമേ. മത്തായി 15:32. മത്തായി 15:32. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇതാണ് ഈശോയുടെ ഒരു മനസ്സ്. ഈ ഈശോയുടെ മനസ്സ് നമ്മൾ പരമാവധി ടാപ്പ് ചെയ്യണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. ഈശോ എന്താ ഇങ്ങനൊരു മനസ്സ് ഇപ്പം ഈശോ പ്രകടിപ്പിക്കാൻ കാരണം എന്താണ്? അവർ 3 ദിവസമായി എന്നോട് കൂടെ ആയിരുന്നിട്ട്. അതാണ് വിഷയം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇത് പോയിൻ്റ് അതാണ്. നമ്മൾ ഉടമ്പടി എടുത്താലും കർത്താവിൻ്റെ കൂടെയാണോ എന്നുള്ളത് എപ്പോഴും നമുക്ക് തന്നെ ഒരു സംശയമാകും. നിങ്ങൾക്ക് സംശയമില്ലെന്ന് വിചാരിച്ചോ, ഞാൻ കർത്താവിൻ്റെ കൂടെയാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലാത്തൊരു സമയം വന്നാൽ നിങ്ങളെ വന്ന് എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നു. കാര്യം എന്താ? നിങ്ങൾ അഭിഷേകത്തിലാണ്. നിങ്ങൾക്ക് കർത്താവിൻ്റെ കൂടെയാണെന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് വഞ്ചിക്കാതെ പറഞ്ഞാൽ, യു ആർ വിത്ത് ജീസസ് എന്ന് പറഞ്ഞാൽ, അതാണ് അഭിഷേകത്തിൻ്റെ ഒരു ടൈമെന്ന് പറയണത്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, അങ്ങയോട് കൂടെയായിരിക്കുവാൻ വാക്കിലും പ്രവൃത്തിയിലും
ജീവിതത്തിലും അങ്ങയോട് കൂടിയായിരിക്കുവാൻ അങ്ങയോട് കൂടിയായിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനത്താറേ, കൃപാസനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദേവമാതാവേ, ദൈവമാതാവേ, ഈശോയുടെ കൂടിയായിരിക്കുവാൻ ഈശോയോട് കൂടിയായിരിക്കുവാൻ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ യേശുവേ ആരാധന. ഇതുപോലെ തന്നെ ഒരു വാക്കാണ് ഇതിൻ്റെ അകത്ത് വരണത്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴും നമ്മളെപ്പോഴും ഒരു ആത്മശോധന കൂടി പോകണം. എന്താണ്? ഞാൻ കർത്താവിൻ്റെ കൂടെയാണോ? ഉടമ്പടി എടുത്തതിന് ശേഷവും നീ കർത്താവിൻ്റെ കൂടെ അല്ലെന്ന് എങ്ങാനും നിനക്ക് തോന്നിയാൽ ഞാൻ പറയും നീ വലിയ അപകടത്തിലാണെന്ന് പറയും. കാര്യം ഉടമ്പടിയുടെ അതിൻ്റെ ഒരു കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. ഇത് എൻ്റെ ഒരു ബുദ്ധിയിൽ കണ്ടുപിടിച്ച കാര്യമല്ല. ഇത് ഉടമ്പടി അമ്മ തന്നതിന് ശേഷം പിന്നീട് ഇത് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറയും എന്നോട്. ഇപ്പം ഞാൻ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ 2ാമത്തെ നിലയിൽ പുറത്തേക്ക് ചാടിച്ച് വെച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടുണ്ട്. അവിടെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഗേറ്റ് അടച്ചു കിടക്കും. ആ അടച്ച ഗേറ്റിൽ ഞാൻ ആ മതിലിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഈ സംഭവം എഴുതും. പ്രാർത്ഥിച്ച് ഒരു കൈ കൊന്തയും പിടിച്ച് ഒരു പേനയും പിടിച്ച് എഴുതും. അപ്പോൾ എഴുതുമ്പോൾ എന്താ എഴുതുന്ന ഒരു 3 മാസത്തിന് എഴുതുന്ന 3 ദിവസം 3-4 ദിവസം എഴുതിയിട്ടുള്ളൂ. ആ ദിവസത്തിനുള്ളിലൊന്നാണ് ഈ ഉപ്പ്, തേനല്ല ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപം എല്ലാം ഇത് വെളിപാട് വരുന്നത്. പിന്നീടാണ് ഇതിൻ്റെ വചനങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ഞാൻ ജോൺ മോർസസോട് പറഞ്ഞു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് സഭയുടെ ടീച്ചിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സഭ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ത് പറയുന്നു, വചനം എന്ത് പറയുന്നു, വത്തിക്കാൻ സുനകദോസ് എന്ത് പറയുന്നു. കാര്യം നമ്മൾ പുതിയ പ്രാർത്ഥനാ രൂപങ്ങൾ വരുമ്പോൾ സഭയുടെ പ്രബോധനമായിട്ട് കൺകറൻ്റ് അല്ലെങ്കിൽ സിസ്മയായിട്ട് മാറും. അതുകൊണ്ടാണ് ഇത്രയും ഉടമ്പടി ഇത്രയും പുരോഗമിച്ചിട്ടും പിതാക്കന്മാർ അത് ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇത് കൺകറൻ്റാണ് സഭയുടെ പഠനവുമായിട്ട്. ഇന്നിപ്പോൾ 10,000-കണക്കിന് സാക്ഷ്യങ്ങളില്ല നമുക്കുള്ളത്. ആദ്യകാലങ്ങളിൽ തുടങ്ങുന്ന കാലത്ത് വലിയ സാക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. തുടങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡേഞ്ചറസ് ടൈമിൽ ഒത്തിരി അറ്റാക്ക് പോലും വന്ന് പുറത്ത് നിന്നൊക്കെ പലതരത്തിൽ. എന്നിട്ട് ഞങ്ങളാരും മൈൻഡ് ചെയ്തില്ല. എന്താ കാര്യം? അമ്മ തന്നിരിക്കുന്ന വെളിപാടുകൾ കറക്റ്റാണെന്ന് ഞങ്ങൾക്ക് ആന്തരിക ബോധ്യം ഉണ്ടായി. അതുകൊണ്ട് ഒരു വിഷയം മാറ്റാതെ അതേപടി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ എന്താ വിഷയമെന്ന് പറയണത്? എൻ്റെ സഹോദരൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി എടുത്തിട്ടും നമുക്കൊരാളിന് കർത്താവിൻ്റെ കൂടെ ആകാൻ പറ്റുന്നില്ലെങ്കിൽ അയാളൊരു ഡേഞ്ചറസ് പേഴ്സണാണ്, ഒരു ക്രിമിനലാണെന്ന് ഞാൻ പറയും. നമുക്കങ്ങനെ ആൾക്കാരെ ചാപ്പ കുത്താൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഉടമ്പടി എടുത്തിട്ടും ഈ തരികിട പരിപാടിയൊക്കെ ആയിട്ടാണ് ഇയാൾ പോണത്. ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്തെങ്കിലും അനുഗ്രഹം ഈ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള തരികിട കാണിക്കുകയാണ് ദൈവത്തോടെങ്കിൽ ഹീസ് ഇൻ ഡേഞ്ചറസ് സോൺ. എന്താ കാര്യത്തിൽ ദൈവത്തെ ദുരുപയോഗിക്കുന്നു. അയാൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തെ അയാളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം അയാളുടെ കൂടെ ജീവിക്കാൻ അദ്ദേഹം സമ്മതിക്കണില്ല. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ അദ്ദേഹം മനസ്സില്ല. പിന്നെ എന്താണ്? അനുഗ്രഹത്തിന് വേണ്ടി എന്തൊക്കെ ആചാരം കാണിച്ചു വെച്ച് അത് നമ്മൾ പറ്റുമെങ്കിൽ അവർ അങ്ങനെയുള്ളവർ ചെയ്യത്തില്ല. അവർ ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുമ്പോൾ തന്നെ ഓർപ്പിക്കുക, ആ കുടുംബ ഉടമ്പടിയിലല്ല ഉടനെ. എന്താ കാര്യം? നിൻ്റെതാണ് ആവശ്യം. അപ്പം നിനക്കതിൻ്റെ അകത്ത് സന്മനസ്സില്ല. കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാനും ഉടമ്പടി അനുസരിച്ച് ജീവിക്കാനും നിനക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ല. നിൻ്റെ മനസ്സിൽ പിന്നെയും പിന്നെ വേറെ ഒരു ഐറ്റം ആൾക്കാരുണ്ട്. അവർ ഉടമ്പടി ചെയ്യണമെന്ന് പറയുമ്പോൾ 3 മാസം അല്ലേ എന്ന് പറയാം. 3 മാസം അല്ലേ, 3 മാസം കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ മാസം ജീവിതം നയിക്കാതെ. നമുക്ക് ദൈവമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. 3 മാസത്തേക്ക് വെടിപ്പും മെനയുമായിട്ട് നടക്കും. 3 മാസം കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൽ നിരക്കാത്ത ജീവിതം ജയിക്കും. അങ്ങനെ ദൈവമായിട്ട് അങ്ങനെ ഒരു ഉടമ്പടിക്ക് സാധ്യതയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് 3 മാസമോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള 70 കൊല്ലമൊന്നും അല്ല. ദൈവം നിത്യദൈവമായിട്ടുള്ളൊരു സന്ധി നിൽക്കുന്ന കാരണം ഒരു ഉടമ്പടികളും 3 മാസമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെന്ത് എലിസബത്തും
ഭവനത്തിൽ മാതാവ് ഇരുന്നതിൻ്റെ അനുസ്മരണയാണിത്. ഹൊബേദ് ഹെറോദിൻ്റെ വീട്ടിലെ വാഗ്ദാന പേടകം ഇരുന്നതിൻ്റെ അനുസ്മരണയാണ് 90 ദിവസം. അതാണ് ഒരു ഘടകമെന്ന് പറയണത്. അപ്പോൾ അതിൻ്റെ ബൈബിൾ കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഈ 90 ദിവസത്തിന് ഒരു 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 ഘടകം, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അത് എടുത്തിരിക്കണത്. പക്ഷേ ചില ആൾക്കാർ ഇപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ ഉടമ്പടി ഭയങ്കര ഒരു വിജയ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉടമ്പടി ഒരു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ജീവിത സംഘർഷങ്ങളെ എല്ലാം അവനെ അഭിമുഖീകരിക്കാൻ പഠിപ്പിച്ചും ജയിപ്പിച്ചും കൊണ്ട് ഉടമ്പടി വിജയമാതാവിൻ്റെ ഉടമ്പടി മുന്നേറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ആ ഉടമ്പടി തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവസാന വാക്കെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നലെ വൈകുന്നേരം നമ്മുടെ നിലമ്പൂരിൽ നിന്ന് രമ്യ വർഗീസ് എന്നും പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ആ സാക്ഷ്യത്തെക്കുറിച്ച്. വൈകുന്നേരം ഇന്നലെ ഒരു 3-4 മണിയായപ്പോൾ രമ്യ വർഗീസ് എന്ന് പറഞ്ഞൊരു സഹോദരി ഒരു ഉടമ്പടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവർ 2021 ഉടമ്പടിക്കാരുതിയാണ്. ഇപ്പം എത്ര കൊല്ലമായി? 6 കൊല്ലമായി. 6 കൊല്ലമായിട്ട് ഒരു ഉടമ്പടിയില്ല, 5 കൊല്ലമായിട്ട് ഉടമ്പടിയില്ല. ഇനി ഈ രമ്യ വർഗീസ് ഇവിടെ ആദ്യം വരുമ്പോൾ ഹസ്ബൻഡിന് ഗുരുതരമായ രോഗമാണ്. അവർ ഇന്നലെ സാക്ഷ്യം അങ്ങനെ പറഞ്ഞു. എനിക്ക് ഇവരറിയത്തില്ല, സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞത് അച്ഛനെ ഞാൻ ഭർത്താവുമായിട്ട് വന്ന് കണ്ടു അത്താറയിൽ. ഭർത്താവിൻ്റെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നെ തട്ടിയെന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം എന്താണ്? എനിക്കത് മനസ്സിലായെന്ന്. അതാണ് അഭിഷേകം എന്ന് പറഞ്ഞത്. എനിക്കത് മനസ്സിലായെന്ന്. എന്താണ്? ദൈവഹിതം സ്വീകരിക്കണം. അതാണ് എൻ്റെ അർത്ഥം. അപ്പം ഞാൻ അവരുടെ ശരീരത്തിട്ട് ഇങ്ങനെ അവരുടെ ഭുജത്തിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ ഹി ഗോട്ട് അനോയിൻറ്റഡ്. അവർക്ക് അനോയിൻറ്റ് കിട്ടി. എന്താ കാര്യം? അവരിവിടെ കയറി വരുമ്പോൾ അമ്മ പറഞ്ഞായിരുന്നു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുക്കാൻ അമ്മ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഭർത്താവുമായിട്ട് പോയി ഉടമ്പടി എടുത്തു. ഭർത്താവിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ തട്ടി. എന്നതിൻ്റെ അർത്ഥം എന്താ? ദൈവഹിതം എന്തായാലും അത് സ്വീകരിക്കണം. എനിക്കപ്പോഴേ അത് മനസ്സിലായി, ആ ദൈവഹിതമാണ് വരുന്നത്. അപ്പം ഞാൻ അതിന് ശേഷം എൻ്റെ മനസ്സ് ഞാൻ ഒരുക്കി ദൈവഹിതം സ്വീകരിക്കാൻ വേണ്ടി. എൻ്റെ ഭർത്താവ് താമസിയാതെ കർത്താവിൻ്റെ അടുത്തേക്ക് പോയെന്നു. പക്ഷെ പിന്നീടുള്ള ലൈഫ് നമ്മൾ നോക്കണം. ആ ഉടമ്പടിയിൽ ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഉടമ്പടി അവസാനിപ്പിച്ച് കളയും. ഇവളെ 3 കുഞ്ഞുങ്ങളാണ് അതിനെ ഉള്ളത്. എല്ലാം കൈക്കുഞ്ഞുങ്ങളാണ്. 2 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഈ 3 കുഞ്ഞുങ്ങളും പ്രായമായ 2 മാതാപിതാക്കന്മാർ. അപ്പം നിലമ്പൂർ വനത്തിൻ്റെ അരികിൽ താമസിക്കുക. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വനത്തിൻ്റെ അരികിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാവില്ല, അവർ പറയുന്നുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയുള്ള സ്ഥലമാണ് ഇത്, ഞങ്ങൾ താമസിക്കണത്. ഒരു ഓടിട്ട ചെറിയ വീടാണ്. അവിടെ 2 മാതാപിതാക്കന്മാരുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ
എനിക്കിതിൻ്റെ ആവിയും പുകയും ഒന്നും കർത്താവ് എന്നെ ഏൽപ്പിക്കണില്ല. അതാണ് വിഷയം. അത് നിങ്ങളറിയാം, ഉടമ്പടിയുടെ വേറെ ഒരു ലോകമുണ്ട്. കാര്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയെ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയോടാണ് ഉടമ്പടിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ല ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കല്ല. ചില ആൾക്കാരുടെ സമീപനങ്ങളിൽ ചിലർക്ക് വ്യത്യാസമുണ്ട്. ചിലർക്ക് ആനുകൂല്യങ്ങൾക്കായിരിക്കും ചില ആൾക്കാർ 60% പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് ആൾക്കാർ നോക്കും, അത് വിളിച്ചില്ലല്ലോ, അവർ വിളിച്ചില്ലല്ലോ, ഓഫർ ലെറ്റർ വന്നില്ലല്ലോ, എന്നിട്ട് മകനെ വിളിച്ച് ചോദിക്കും നിൻ്റെ വിസ റെഡിയായ, എൻ്റെ വിസ പുതുക്കി കിട്ടിയ. അപ്പോൾ ആനുകൂല്യങ്ങളെ ഓർത്ത് ഓവർ ആങ്ഷ്യസ് ആകുന്ന ആൾക്കാരുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളെ തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് വിഷയം. അറിയാൻ പാടില്ലാത്തത് കൊണ്ട്. കാര്യം നമ്മൾ ആനുകൂല്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത ദൈവമായിട്ട് നമുക്ക് ഒരു സ്മൂത്ത് ഈസി ആയിട്ടുള്ള ഒരു ജീവിതം പറ്റത്തില്ല. അതാണ് വിഷയം. കാര്യം എന്താ, നിങ്ങൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, പിന്നെ എന്തിനാ ആനുകൂല്യങ്ങൾക്കാണ്. ജപ്തി നടപടി മാറിയെന്നു നിങ്ങൾക്കറിയാവില്ലേ? എന്തെല്ലാം മാറിയ ഒരു ഭർത്താവ് തന്നെ കയ്യിൽ നിന്ന് പോയി, എന്നിട്ടും കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് അവൾ ആ സംഗീതമൊക്കെ പറയുന്നുണ്ട്. എന്താണ്, എനിക്ക് കർത്താവ് പിന്നെ കൂടെ വചനം തരാൻ തുടങ്ങി. എന്താണ് ഐസയ 55:4 എന്ന് 54:5 അതാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. എന്താ കാര്യം, എൻ്റെ ഭർത്താവ് പിരിഞ്ഞതിന് ശേഷം എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ച വചനമാണതെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇപ്പൊ എന്നാ സംഭവിച്ചിരിക്കണത്, അവൾക്കും കർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിയാം. എന്താ, അതുകൊണ്ടാണ് ഇവൾക്ക് ആന്തരിക അഭിഷേകം കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് അറിയാവുമല്ലോ, ദൈവത്തിൽ നിന്ന് 2 ബെനഫിറ്റാണ് നമുക്ക് വരണത്. ഒന്ന് അനുഗ്രഹം എന്ന് പറയും. ചില അനുഗ്രഹങ്ങൾ കിട്ടേണ്ട കാര്യങ്ങൾക്ക് അനുഗ്രഹം തന്നെ കിട്ടും. ചില സമയത്ത് അനുഗ്രഹം അല്ലായിരിക്കും ആവശ്യമുള്ളത് അവിടെ. പിന്നെ എന്താ വേണ്ടത്, അഭിഷേകമായിരിക്കും. ഈ കിട്ടാത്ത അനുഗ്രഹത്തിൻ്റെ സ്പേസ് നിങ്ങൾക്ക് അനുഗ്രഹം അത് ബ്ലാങ്കായിട്ട് കിടക്കത്തില്ല ഒരിക്കലും. നിങ്ങൾക്ക് ആത്മീയത ശാസ്ത്രം അറിയാൻ പാടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു വിഷയത്തിന് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ആ അനുഗ്രഹം കിട്ടാത്തത് ഇങ്ങനെ ബ്ലാങ്കായിട്ടൊക്കെ ഫീൽ ചെയ്യണത് നമ്മൾ ലൗകികമായിട്ട് ദൈവത്തെ സമീപിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് പ്രാധാന്യം കൊടുത്താണ് എൻ്റെ മക്കൾ ജീവിതത്തെ റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടാത്ത അനുഗ്രഹത്തിന് ബദലായിട്ടുള്ള അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടുണ്ട്. എന്താ കാര്യം, അത് അനോയിൻറ്റിങ് എന്ന് പറയും, അഭിഷേകമാണ്. എന്താ കാര്യം, അവിടെ ഭർത്താവ് ഉള്ളതിനേക്കാൾ പവർഫുള്ളായിട്ട് ആന്തരിക അഭിഷേകം കൊടുക്കും ഇവക്ക്. എന്നിട്ട് എന്താ, ഈ ഹോൾ ഫാമിലി ഈശോ ഏറ്റെടുക്കും. അതൊരു വല്ലാത്ത ഏറ്റെടുപ്പാണ്, ഒരു വല്ലാത്ത ഏറ്റെടുപ്പ്. ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ സ്കൂളിൽ കൊണ്ട് ആക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, മുത്തനെ കൊണ്ട് ആക്കാൻ വേണ്ടി അമ്മയും കുഞ്ഞുങ്ങളും കൂടെ പോകുമ്പോൾ ചിലർ പരിചയക്കാർ ചോദിക്കും, അവരെ അധികം പരിചയമില്ലാത്തവരായിരിക്കും, അങ്ങനെയല്ല, അവരറിയാൻ പാടില്ലാത്തവർ ചോദിക്കും ഭർത്താവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഭർത്താവ് മരിച്ചുപോയി. വളരെ കൂളായിട്ട് അവരത് പറയും, അത് ഭർത്താവ് മരിച്ചുപോയി എന്നുള്ള കാര്യം. അല്ല ഭർത്താവില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ നെറ്റി തൊട്ടുള്ള സംഭവമൊക്കെ ഇങ്ങനെ മുഖമൊക്കെ മാറി ഒരു പ്രത്യേക ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് സിനിമാ നടികളെ ഇങ്ങനെ കരയാൻ പോണ പോലെ ഇങ്ങനെ ഭാവങ്ങൾ കാണിക്കത്തൊന്നുമില്ല. അവിടെ അവർക്ക് അഭിഷേകമുണ്ട്. അവിടെ ഭർത്താവ് മരിച്ചുപോയി, സമയമായപ്പോൾ കർത്താവ് തിരിച്ചു വിളിച്ചു. നമ്മളെല്ലാവരും വിളിക്കുമല്ല, ആരൊക്കെ കുറച്ച് പേരെ വിളിക്കാതെ ഇവിടെ ഇട്ടിരിക്കണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കുറച്ച് പേരെ വിളിക്കാതെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയും. അങ്ങനെയല്ലല്ല, ഇവിടെ ക്രിസ്ത്യൻസിനുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയണത് ഇതൊരു നെഗറ്റീവ് അല്ല ക്രിസ്ത്യൻസിന്. എന്താ കാര്യം, കർത്താവിലേക്കുള്ള യാത്രയാണ്. ഇപ്പം നല്ല ഇപ്പം ഇവിടെ നമ്മുടെ രമ്യ വർഗീസ് പറയണതേ, ഞാനിപ്പോൾ 6ാമത്തെ പുതുക്കലാണ്, 6 വർഷത്തെ പുതുക്കലാണ്. അപ്പം ഈ പുതുക്കലിൻ്റെ ഉള്ളിൽ ഇന്ന് വരെ ഞാനൊരു നിയോഗം വെച്ചിട്ടില്ലെന്ന്. അതാണ് വിഷയം. ഇതിനാണ് ഈ ആന്തരിക അഭിഷേകം. ഇത്രയും ഈ നമ്മൾ വേറെ ആരെങ്കിലും ചിലർ ഈ 6 പുതുക്കളെന്ന് പറയുമ്പോൾ മിക്കവാറും 60 നിയോഗത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്.
ഇവരുടെ ഒരു നിയോഗം വെച്ചിട്ടില്ല. നിയോഗം എന്താ വെച്ചാൽ നിത്യതയെന്ന് എഴുതിയിട്ടും പോവും. നിയോഗം എന്ന് പറയുമ്പോൾ 6 നിയോഗം ഉണ്ടല്ല, അവിടെ നിത്യതയെന്ന് എഴുതിയിട്ടും പോവും. എന്താണ് നിത്യതയെക്കുറിച്ച്? ഒരിക്കലേ ഈ ഏതോ ഉടമ്പടി ക്ലാസ്സിൽ കിട്ടിയ സമയത്ത് ഇവർക്ക് ആന്തരിക അഭിഷേകം കിട്ടി. ദാറ്റ് ടോക്ക് ഈസ് ഫോർ മീ എന്നുള്ള രീതിയിൽ കിട്ടി അവർക്ക്. ഇത് എന്നെക്കുറിച്ചോ എനിക്ക് വേണ്ടിയാണ് പറയണമെന്ന്. അപ്പോൾ അവർക്ക് അതിനകത്ത് അഭിഷേകം കിട്ടി. അപ്പോൾ പിന്നെ എന്താ, പിന്നെ നിയോഗങ്ങളൊന്നുമില്ല. നിയോഗങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിയോഗങ്ങൾ വെക്കണമെങ്കിൽ കുറേ വെക്കാം. എന്താ വെക്കണം? ഒന്നാമത്തെ വിഷയം എന്താ, ഇവർ PSC രണ്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതും 2 ക്യാൻസലായിപ്പോയി. 2 റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണിത്, ക്യാൻസലായിപ്പോയി. എന്നിട്ടും എനിക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിൽ കയറാമെന്ന് പറഞ്ഞ് നിയോഗം വെച്ചിട്ടില്ല. ഉടമ്പടി വെച്ചിരിക്കുന്നത്, നിയോഗം വെച്ചിരിക്കുന്നത് ഇതുമായിട്ടാണ്. എന്തുമായിട്ടാണ് വെച്ചിരിക്കുന്നത്? എന്താ വെച്ചിരിക്കുന്നത്? നിത്യതയുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് ഈ നിത്യത വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്നറിയാവോ? നമുക്ക് നിങ്ങളുടെ അറിയേണ്ട ഒരു ആത്മീയ രഹസ്യമുണ്ട്. ഈ നിത്യതയോട് പ്രേമം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആത്മീയത സ്വിച്ച് ഓവർ ചെയ്യും. ആരുമായിട്ട്? പിതാവുമായിട്ട് സ്വിച്ച് ഓവർ ചെയ്യും. അതാണ് വിഷയം. കാര്യം നമ്മൾ പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ എല്ലാ കാര്യവും ഈ പിതാവിനെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകത്തില്ല. നിങ്ങളുമൊക്കെ പതുക്കെ അങ്ങനെ ലിങ്ക് ചെയ്യണം. കർത്താവ് പിരിയാൻ നേരത്തും പറഞ്ഞത് വിശ്വസിക്കുന്നവരെ ഞാൻ സ്നാനപ്പെടുത്തണം. പിന്നെ എന്താണ്, എൻ്റെ പേരല്ല ആദ്യം പറയേണ്ടത് അപ്പായുടെ പേരാണ് പറയേണ്ടത്. അപ്പായാണ് അതിൻ്റെ പിന്നിലെല്ലാം ഉള്ളതെന്ന് പറയും. അങ്ങനെ ഈശോ പറഞ്ഞത്. അപ്പം നമുക്ക് നിത്യതയെക്കുറിച്ച് ഒരു അഫിനിറ്റി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പായുമായിട്ട് ലിങ്കാവും. എൻ്റെ മക്കളെ അപ്പായുമായി ലിങ്കായി കഴിഞ്ഞാൽ പിന്നെ ഈ ആവശ്യങ്ങളൊക്കെ പിന്നെ ആരും പറയത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. എന്താണ്? അന്നാളുകളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ലെന്ന്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ദൈവമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രമ്യയുടെ ഉടമ്പടി ഒരു സ്ട്രേഞ്ച് റൂട്ടിലൂടെയാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ രമ്യ ഉടമ്പടിയിൽ സർവപ്രാധാന്യം ദൈവത്തിന് മാത്രം കൊടുത്ത്, എന്നിട്ട് ഉടമ്പടി കറക്റ്റായിട്ട് ജീവിക്കുക. അമ്മയും മക്കളും കൂടി അവിടെ പറയണത് ഞങ്ങൾ 25 കിലോമീറ്റർ വരെ നടന്നു പോകുന്നു പത്രം കൊടുക്കാൻ. പ്രേക്ഷിത സംഘമാണ്. ഞങ്ങൾ 25 കിലോമീറ്റർ വരെ എൻ്റെ മക്കളുമായിട്ട് ഞങ്ങൾ നടന്നു പോകുന്നു പത്രം കൊടുക്കാൻ. പത്രം പിന്നെ എവിടെയെങ്കിലുമൊക്കെ പത്രം ആൾക്കാർ ചവിട്ടി തേച്ചാൽ കിട്ടേക്കണ കണ്ട അതുകൊണ്ട് കഴുകി ഉണക്കിയെടുക്കും. ഓരോ മനുഷ്യന്മാർ ഇതെന്താ പ്രശ്നം വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത് മാതാവിൻ്റെ പത്രമാണെന്ന് ബോധമുള്ളത് കാരണം ചിലർ ഉടമ്പടി എടുത്തേച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടച്ചും പോരും, പള്ളിയിലൊക്കെ ഇട്ടച്ചും പോരും. നിങ്ങൾ ചെയ്യുന്ന പാപവും പരിഹരിക്കാൻ വേണ്ടി ആൾക്കാർ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പാപമാണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ ഈ പണിക്ക് പറ്റിയ ആളല്ല, വെറുതെ പറ്റിപ്പിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. അല്ലാതെ അവിടെ ഇവിടെ ഇട്ടച്ചും പോരേണ്ട പത്രം. അത് ദൈവത്തിന് അറിയാം. നിങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം പറ്റിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ്. ചുമ്മാ വയറ്റിപ്പഴവിന് വേണ്ടി വല്ലതൊക്കെ കാട്ടിക്കൂട്ടി വെച്ചും ഒപ്പിച്ചുണ്ടാക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ആടെങ്കിലും കഴുത്തെ കെട്ടിവിട്ട് എവിടെയെങ്കിലും കൊണ്ട് ചാണ്ടിയ
ആ ഉത്തരവാദിത്തം കഴിക്കും. അങ്ങനെയൊന്നും ഉടമ്പടി എടുക്കാൻ പറ്റും. ഇത് ഉടമ്പടി എന്ന് പറഞ്ഞ ഉടമ്പടി ജീവിതമാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി കറക്റ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇപ്പം എന്താ പറയണത്, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടി 25 കിലോമീറ്റർ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു സംഭവമാണ്. അപ്പോൾ എന്താ സംഭവം, അവർ ചെയ്യണ ഉടമ്പടിയിൽ അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കണത്. അപ്പോൾ എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, കർത്താവെ കുഞ്ഞുങ്ങളെ വളർത്തണമല്ല എന്ന് പറയും. അത് സ്വകാര്യ സംഭാഷണമാണ്, ഉടമ്പടി ഭാഗമല്ല. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണ്ടേ, അവരുടെ ഉത്തരവാദിത്തമല്ലേ ഇത്. കുഞ്ഞുങ്ങളെ വളർത്താനല്ല കർത്താവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആഴ്ച തന്നെ 2 PSCന്ന് 2 കോൾ ഫോർ ചെയ്യും. 2 ജോലിയും കിട്ടും അവർക്ക്. അതിൽ ഏറ്റവും നല്ലൊരു ജോലി എടുക്കും. ആൾ ജോലിക്ക് കയറും. അപ്പോൾ എന്നാ പ്രസവിച്ച് പിറ്റേ ആഴ്ചയിൽ വരുമ്പോൾ ഇവള് കുറേ അകലെയാണ് ജോലി ചെയ്യണത്. കോഴിക്കോട് എവിടെയാണ് ജോലി. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ എന്താ വിഷയം വെച്ചാൽ 3 കുഞ്ഞുങ്ങൾ, പിന്നെ അപ്പനും അമ്മയും ഇല്ലേ, പിന്നെ കാട് വേണം, ദുഷ്ടമൃഗങ്ങളുടെ ഉപദ്രവങ്ങളുണ്ട് അവിടെ. അപ്പോൾ നമുക്കൊരു മനസ്സിന് ഉറപ്പില്ല അവിടെ ജീവിക്കാൻ. അപ്പം കർത്താവിനോട് പറയും. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ്, കർത്താവ് കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ എങ്ങനെ ജീവിക്കും, ഞാൻ പോയിട്ട് വരുമ്പോൾ ഇവരൊറ്റക്കാണല്ലോ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ അടുത്ത ആഴ്ച പട്ടണത്തിൽ പോയി നല്ലൊരു വീട് സെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അവർക്ക് കൊടുക്കും. അത്രയും സ്പീഡാണ് ഈ വിഷയം. അപ്പോൾ തന്നെ വീട് കണ്ടുപിടിച്ച് ഒരു 2 ആഴ്ചക്കുള്ളിൽ വീട് സെറ്റായി പോകും. അപ്പോൾ ഉടമ്പടി സ്പീഡാണ്. പക്ഷേ എന്താ പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡാകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആനുകൂല്യത്തിൻ്റെ മേൽ തന്നെ കണ്ണ് വെച്ചുകൊണ്ടിരിക്കും. അതാണ് കുഴപ്പം. കർത്താവിനെയാണ് കണ്ണ് വെക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ കണ്ണ് വെച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം ഓട്ടോമാറ്റിക്കാണ് നടക്കും. ആനുകൂല്യത്തിൻ്റെ മേൽ കണ്ണ് വെച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് ഉണ്ടാകത്തില്ല, ആനുകൂല്യം ഉണ്ടാകത്തില്ല. അത് അറിയാൻ പാടില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അറിയാൻ പാടില്ല സംഭവിക്കണതാണത്. അത് ഉണ്ടാകണമെങ്കിൽ ഒരു മിനിമം പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നമുക്ക് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങളെ ക്രിസ്തീയ ജീവിതം പ്രത്യേകിച്ച് ഈ നമ്മളെ ഇങ്ങനെ കറക്ഷൻ ചെയ്ത് അപ്പോഴപ്പോഴുള്ള ഓട്ടോമാറ്റിക് കറക്ഷനിലൂടെ കൊണ്ടുപോകുന്നതെല്ലാം പരിശുദ്ധാത്മാവെന്ന് പറയും. അതിന് ഈശോ തരണമാണ് പരിശുദ്ധാത്മാവിനെ. അപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസം സ്വീകരിച്ചാൽ, നമ്മളൊരു വിശ്വാസത്തിലേക്ക് ആയിക്കഴിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മ തരും. നമുക്ക് വിശുദ്ധി കുറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി പോകാതിരിക്കാൻ സൂക്ഷിക്കണം. നിങ്ങൾക്ക് വിശുദ്ധിയോടെയാണ് നിങ്ങൾ ജീവിക്കണത്. കർത്താവെ എന്നെ ആത്മാവിനെ നയിക്കണമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ആത്മാവാം ദൈവമേ എന്റെ ഉള്ളിൽ ദാഹിച്ചു നിന്നെ തേടുന്നു. സ്വർഗ്ഗം ദാഹിച്ചു നിന്നെ തേടുന്നു. സ്വർഗ്ഗം റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ വിശുദ്ധിയിലാണ് പോകുന്നതെങ്കിൽ, കർത്താവിൻ്റെ വചനപ്രകാരമുള്ളൊരു വിശുദ്ധിയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ദൈവാത്മാവിന് അർഹതയുള്ളവരാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു വഴികളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആലോചന കിട്ടും. നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേട്ടും ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ഡിസേൺമെൻറ്റും കറക്റ്റ് ഗൈഡൻസും നമുക്ക് കിട്ടും.
അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. കാര്യം വിശുദ്ധി വന്നാൽ കാര്യം അമ്മയോട് മംഗളവാർത്ത സമയത്ത് മാലാഖ പറയും, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മാലാഖ പറയുന്ന ഒരു മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം അമ്മയ്ക്കൊരു ഐഡിയ ഇല്ല ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലും ഈ ജപ്തി എങ്ങനെ നടപടി മാറും, എൻ്റെ കാശുമില്ല, കടമെടുക്കാൻ ഇടവുമില്ലെന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ദൈവസന്നിധിയിൽ ഇതിനൊരു പോംവഴി ഉണ്ടാവും. ചില ആൾ ജപ്തിക്കാരോട് ഞാൻ പറയും, ഇത് ജപ്തി ചെയ്ത് പോകും കേട്ടോ, പേടിക്കണ്ടേ, വേറെ സ്ഥലം കിട്ടി കൊടുത്തത്. ചില ജപ്തിക്കാരോട് അവർ കൈവെക്കുമ്പോൾ തന്നെ കർത്താവ് പറയണത് ഞാൻ കൊണ്ട് പറയുന്നു, ഇത് പോകും കേട്ടോ, വിഷമിക്കണ്ടേ, ഇത് പോയിക്കോട്ടെ. ചിലത് പോണാണ് നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടും മൊട്ടിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമില്ലേ. നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? പാമ്പ് കടിച്ച് നമ്മൾ എന്താ ചെയ്യണത്? മുകളിൽ കെട്ടിയിട്ട് ബാക്കി ആ കടിച്ച വിഷം നമ്മൾ കളയും. അതുപോലെ കട്ടും മൊട്ടിച്ചും മറ്റു ആൾക്കാരെ പറ്റിച്ചൊക്കെ ഉണ്ടാക്കിയ വസ്തുക്കൾ പോകുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അതിനകത്ത് ഒരു സംശയമില്ല. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ കെട്ടിയിട്ട് ആ വിഷം ഉൾപ്പെടെ കളയണം. അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആ വിഷം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പിടിക്കാൻ പാടായിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ എന്താ ഈ വിശുദ്ധിയുടെ ഒരു കുഴപ്പം വെച്ചാൽ, വിശുദ്ധി പാലിച്ചു വരുമ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയ നഷ്ടമാണ്. വിശുദ്ധിക്ക് വില കൊടുക്കേണ്ടി വരും. കാര്യം പ്രഥമ ദൃഷ്ടിയ നഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ ആ വഴി പോകത്തില്ല. കുറച്ച് അവിശുദ്ധിയും കുറച്ച് വിശുദ്ധിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് നോക്കും. എബ്രഹാത്തിനോട് തന്നെ ആദ്യത്തെ ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. ഉടമ്പടിയൊക്കെ ഓക്കെയാണ്, പക്ഷെ നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. എന്താണ്? വിശുദ്ധി പാലിക്കണം. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1 അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പൊ കുറ്റമറ്റവനെന്നുള്ള ആ വിശുദ്ധിയുടെ തന്നെ വേറൊരു പ്രായോഗിക രൂപമാണ്. അത്രേതെങ്കിലും എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് കുറ്റം വിധിക്കാത്തവൻ ആയി മാറണം. കർത്താവ് ഇപ്പം കുറ്റമറ്റവനായിട്ട് നമുക്ക് എങ്ങനെയും ജീവിക്കാം, പക്ഷെ ബൈബിള് പറയും കർത്താവ് കുറ്റമറ്റവനായിട്ട് മാറ്റണമെന്നാണ്. കാര്യം പല മതങ്ങൾക്ക് പല കോൺഷ്യസ് അല്ലേ ഉള്ളത്. സിൻ കോൺഷ്യസ് ഭയങ്കര വ്യത്യസ്തമാണ്. ചിലർക്ക് ചിലതൊന്നും പാപമല്ല, പക്ഷെ ചിലർക്ക് ചിലതെല്ലാം പാപമാണ്. അതുകൊണ്ടാണ് കുറ്റം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ കുറ്റമൊന്നും ചെയ്യണില്ല, 3 വർഷം കഴിഞ്ഞ പാർട്ടി ആയിരിക്കും ചിലപ്പോൾ, ഞാൻ കുറ്റമൊന്നും ചെയ്യണില്ല, കാരണം അവർക്ക് ആ കോൺഷ്യസ് ഇല്ല. അതുകൊണ്ട് എന്നാ ബൈബിൾ കൊല്ലരുത് എന്ന് പറഞ്ഞ ബൈബിളുണ്ട്. ആ ബൈബിളാണ് പറയണത് കർത്താവ് കുറ്റം വിധിക്കാത്ത ആളാണ് ഭാഗ്യവാനാണ്. അതാ വിഷയം. ആരെങ്കിലും കുറ്റം വിധിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ചിലപ്പോൾ സുപ്രീം കോടതി നിന്നെ വെറുതെ വിട്ടേക്കും, പക്ഷേ കർത്താവിൻ്റെ കോടതി ചിലപ്പോൾ നീ വെറുതെ പോകത്തില്ല. അതാണ് വിഷയം. കർത്താവ് കുറ്റം വിധിക്കാത്തവൻ. റോമ 4:8 കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ പറ്റുന്ന രീതിയിൽ നമ്മളെ കളമൊരുക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു വിശുദ്ധി കീപ്പ് ചെയ്യണമെങ്കിൽ, സുവിശേഷം നല്ല നിലവാരമുള്ള വിശുദ്ധി കീപ്പ് ചെയ്യുന്നതാണ്. കാര്യം എന്താണ്? അതാണ് നിന്നെ ശത്രുവിനെ സ്നേഹിക്കുക എന്നൊക്കെ ഈശോ പറയണില്ലേ. അങ്ങനെ ഒരു പുസ്തകങ്ങളിലും പറയണില്ലല്ലോ, ഒരു പുസ്തകത്തിലും പറയത്തില്ല. കാരണം വിശുദ്ധിയുടെ അവസാന വാക്കായിട്ടാണ് കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് വെളിപാട് കിട്ടുന്നത്. ശത്രുവിനെ സ്നേഹിക്കുക, നിൻ്റെ ചികിട്ടത്തടിച്ചു കഴിഞ്ഞാൽ പോലും മറുകരണം കാണിച്ചു കൊടുക്കാൻ പാടില്ല. എന്താ കാര്യം? അത് നിങ്ങൾ ഓർക്കും ഇതെന്ത് മണ്ടൻ ഉപദേശമെന്ന്, ആർക്കും പറ്റുമെന്ന്. പകുതി മുക്കാൽ ആൾക്കാർക്കും പറ്റത്തില്ല, അതൊരു സംശയമില്ലാതെ എന്താക്കാൻ. പക്ഷെ കൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ്റും. കൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈശോ പറഞ്ഞത്. ഇത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമല്ല
കർത്താവിൻ്റെ കാലത്ത് അപ്പോസ്തലന്മാർക്കും ഉണ്ടായ പ്രശ്നമാണ്. ആർക്കിത് ഗ്രഹിക്കാൻ കഴിയും? അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അതിന് കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ ഈ ഉപദേശം സ്വീകരിക്കുമെന്നാണ്. അതിൻ്റെ അഭിഷേകം എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. മത്തായി 19:11 അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഏത് ഉപദേശം? എൻ്റെ മുകളിലൊന്ന് വായിച്ചേ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതൊക്കെ മുമ്പുള്ള വായിച്ചേ. മത്തായി 19:9. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഇതാണ് കർത്താവ് കുറ്റം വിധിക്കാത്തതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവ് കുറ്റം വിധിക്കാത്തതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്താ കാര്യം? അല്ല, പരസംഗം എന്ന് പറയുന്ന വേറെ പുരുഷനുമായിട്ട് ഉള്ള ബന്ധം അല്ലാതെ വേറെ ഒരു ഗ്രൗണ്ടും ബൈബിള് ഡൈവേഴ്സിന് തരുന്നില്ല. നിങ്ങൾ ഏത് കത്തോലിക്കലും ക്രിസ്ത്യാനി ആയാലും നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിനെതിരായിട്ടാണ് നിങ്ങൾ ചെയ്യണത്. ചിലപ്പോൾ PR ഇല്ലെന്നും പറഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ബൈബിളുള്ള കാര്യമാണ് അത്. അവന് കാനഡയിൽ പോകാൻ PR ഇല്ല, ഞാൻ കാനഡയിൽ പോകാനാണ് കല്യാണം കഴിക്കണത്. കാനഡയിൽ പോകാനാണ് കല്യാണം കഴിക്കണത്. ഓരോരോ കാലത്ത് ഓരോരോ അജണ്ട ഉണ്ടാകും. അതും കർത്താവിൻ്റെ കൂദാശ ബന്ധവുമായിട്ട് നിങ്ങൾ യോജിപ്പിക്കരുത്. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റാണ്. നിങ്ങളുടെ വിശ്വാസം തന്നെ നിലനിൽക്കണമെന്നൊരു കാര്യമില്ല. കാര്യം എന്താ? അത് നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരോ പരിപാടികൾ കാണിക്കണമല്ലേ. അതും ദൈവവചനമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. ഇനി അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അനുതാപത്തിലേക്ക് വരാൻ ശ്രദ്ധിക്കണം. അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. കാര്യം പല കല്യാണ കാര്യങ്ങളും നടക്കുന്നത് അവരല്ലല്ലോ. ഇപ്പം ഒരു 50% ഡൈവേഴ്സ് നടത്തുന്നത് ആരാണ്? അവരല്ല. വീട്ടിലുള്ള ഈ പെണ്ണിൻ്റെ വീട്ടിൽ ചെറുക്കൻ്റെ വീട്ടിലുള്ള അതുപോലെ അമ്മാമ്മയോ ആരെങ്കിലൊക്കെ ഇരിക്കും. ഒരു സംശയമില്ല. നിങ്ങൾ തിരക്കി നോക്കിയാൽ മതി. എന്നിട്ട് ഇവർ കുറച്ച് കഴിയുമ്പോൾ ഈ അമ്മയൊക്കെ ചത്ത് കഴിയുമ്പോൾ ഇവരെവിടെയും കണ്ടുമുട്ടും. അപ്പോൾ ഇവർ ചില സമയത്ത് പറയും അന്ന് അബദ്ധം പറ്റിയതാണ്. കാര്യം വീട്ടിലെ സമ്മർദ്ദമാണ്. വീട്ടുകാർക്ക് വേറെ ഒത്തിരി അജണ്ടകളാണ്. അത് കാരണം ആ അജണ്ടകൾ അനുസരിച്ചുകൊണ്ട് പല കുടുംബങ്ങളും കലക്കിയതിനും കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കിയതിനും ഉത്തരവാദികൾ കുടുംബാംഗങ്ങളാണ്. എന്താ സംശയം? ഭാര്യയും ഭർത്താവായിരിക്കണം നിർബന്ധമില്ല. അമ്മയോ ഒക്കെ ആയിരിക്കും ഈ ആൾക്കാർ, ആൻറ്റിമാർ. അപ്പോൾ ആൻറ്റിമാർ ഡൈവേഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് കൂട്ടിന് വേണ്ടി വേറെ ഒരുത്തിനെ കൂടി ഡൈവേഴ്സ് എടുത്തിട്ട് വീട്ടിൽ നിർത്തും. ആൻറ്റിമാരെന്ന് പറഞ്ഞാൽ ലോക കള്ളികളാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് കൂടി ഡൈവേഴ്സ് ആക്കിയിട്ട് കിട്ടും. അപ്പോൾ ഡൈവേഴ്സിൻ്റെ കൂട്ടാവുമല്ല. അങ്ങനെ കുടുംബം കലക്കണ കുറേ ആൾക്കാരുണ്ട്. അതാണ് വചനം പറയണത്, കർത്താവ് കുറ്റം വിധിക്കാത്തവൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. റോമാ 4:8 കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. എൻ്റെ മക്കളെ, അതായത് ഇപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെയെങ്കിലും ആർക്കും ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. എല്ലാവരും ചോദിച്ചിട്ടാണ് എല്ലാ കാലങ്ങളിലും. കർത്താവിന് എല്ലാ കാലത്തേക്കും വേണ്ടി ഒറ്റ ഉത്തരവുള്ളത് എന്താണ്? അതിനുള്ള വരം ലഭിച്ചവരല്ലാതെ. അതായത് അതിനുള്ള വരവെന്ന് പറഞ്ഞാൽ അതിനുള്ള കൃപ, വരവല്ല കൃപ എന്നുവെച്ചാൽ അഭിഷേകമാണ്. എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും ബൈബിളിൽ ഇപ്പോൾ ഒരു ചകിടം തടിക്കണവന് മറ്റു ചകിടം കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അത് സാങ്കേതികമായിട്ട് ചെയ്യണേ കുഴപ്പമില്ല. അത് ഒരു ഒരാൾ നമ്മളോട് ചെയ്യുമ്പോൾ പക തോന്നണ്ടേ? പക തോന്നുമ്പോഴാണല്ലോ നമ്മൾ പക വീട്ടാൻ ചെല്ലണത്. പകയെന്ന് പറഞ്ഞ സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല. അതിന് പകരം എന്ത് തോന്നും? ഈ സ്നേഹമായിരിക്കും നിറഞ്ഞു നിൽക്കണത്. ഈ സ്നേഹത്തിൽ നിന്നാണ് അഭിഷേകം ഉണ്ടാകണത്. അപ്പോൾ എൻ്റെ മക്കൾ ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കേണ്ടത്, ഉടമ്പടിയുടെ പശ എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. പശ പൊളിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന പരിപാടി. നിങ്ങൾ ജപ്തി നടപടി മാറിയോ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടിയോ എന്നല്ല തിരക്കേണ്ടത്. മറിച്ച് ദൈവസ്നേഹത്തിൽ നിന്നുള്ള അഡ്ഹിയറൻസ്,
ആ അഡ്ഹേസീവായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്താണ്? പശയായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമാണ് മറ്റുള്ള ഉപദ്രവം നമുക്ക് പക തോന്നാത്തതിൻ്റെ കാരണം. നിങ്ങൾക്ക് പക തോന്നിയ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം പറ്റിപ്പോയെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അത് ഭയങ്കര അപകട മേഖലയിലാണ്. ഒരു യന്ത്രത്തിൻ്റെ ഗ്രീസ് തീർന്നു പോയാൽ എന്തു ചെയ്യും? പിന്നെ അത് കത്ത് പിടിക്കും ചിലപ്പോൾ. അതുപോലെ നിങ്ങൾക്ക് ദൈവസ്നേഹം കുറഞ്ഞു. എൻ്റെ മക്കളെ, നിങ്ങൾ എന്ത് പത്രം കൊടുക്കുകയോ അതുപോലെ തന്നെ രോഗികളെ പോയി കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ മക്കളതൊരു സാങ്കേതികമായിട്ട് ചെയ്തു വെക്കരുത്. എന്തിനാണ് എന്താണ് ഇത് ചെയ്യണത്? അത് എനിക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉയരാൻ വേണ്ടിയാണെന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? എനിക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരാൻ വേണ്ടിയാണെന്ന്. ഈ സ്നേഹത്തിൽ വളരുന്ന മാത്രമേ നമ്മൾ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് പക ഉണ്ടാകാതിരിക്കത്തുള്ളൂ. പക ഉണ്ടായപ്പോലെ നമ്മൾ ആൾക്കാർ പക വീട്ടാൻ വേണ്ടി നിൽക്കും, എപ്പോഴാരും ചെയ്യും, അല്ലെങ്കിൽ മോന്തം കാര്യങ്ങളും നടക്കും ആൾക്കാർ. പക ഉണ്ടാകരുത്. പക ഉണ്ടാകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ സിസ്റ്റ് ഉണ്ടാകണ പോലെയാണ് ഒരു അഭിഷേകക്കാരന് പക ഉണ്ടാകണം. സിസ്റ്റ് ഉണ്ടായ ഗർഭപാത്രത്തിനകത്ത് സിസ്റ്റ് ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? കൊച്ചപ്പോർട്ടായി പോകും. അതുപോലെ തന്നെയാണ് പകയെന്ന് പറയുന്ന സംഭവം. അപ്പം അതറിയണമെങ്കിൽ എന്താ വിഷയം എന്നറിയാവോ? അതായത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു അനോയിൻറ്റിങ് കിട്ടിയാൽ, ഒരു അഭിഷേകം കിട്ടിയാൽ, നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചാലും നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഫീലിങ്ങിലാണ് വിഷയം മുഴുവൻ ഇരിക്കുന്നത്. ഫീലിംഗ് എവിടെ നിന്നാണ് വരണത്? അതിൻ്റെ മാസ്റ്റർ ഫീലിംഗ് ഉണ്ട്. അതിൻ്റെ ഗുണമോ ദോഷമോ ആണ് നെഗറ്റീവ് ഫീലിംഗ് എന്ന് പറയണത്. മാസ്റ്റർ ഫീലിംഗ് എന്താണ്? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൻ്റെ കുറവോ കൂടുതലോ ആണ് പിന്നീട് പകയോ പൗശന്യമോ അസൂയോ ഒക്കെ ആയിട്ട് നെഗറ്റീവ് ഫീലിംഗ് വരണത്. അപ്പോൾ എൻ്റെ മക്കൾ എവിടെയാണ് കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യണത് എന്താണ്? അതിലൂടെ നിങ്ങൾ ദൈവസ്നേഹം അപ്ഡേറ്റ് ചെയ്യണം. ഓരോ ദിവസവും ദൈവസ്നേഹം വളരണം. എന്താ കാര്യം എന്നറിയാം? ഇപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങളോട്. ആ ഒരു ഭാഗം എടുത്തേ. 29:20 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ഉൽപ്പത്തി 29:20. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അതൊന്നിന് വായിക്കാം. ഒന്ന് വായിച്ചേ. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. ഇതാണ് ഈ അഭിഷേകം എന്ന് പറയുന്ന സംഭവം. അത് മനുഷ്യന്മാരോടായാലും ശരി ദൈവത്തോടായാലും ശരി അഭിഷേകം ഉണ്ടാക്കുന്ന ഒരു വിഷയം സ്നേഹമാണ്. ഇപ്പോൾ ഒരുത്തൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഇവർ തന്നെ ഇവരുടെ പേരെന്നാ രമ്യ വർഗീസ് തന്നെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. രമ്യ വർഗീസിന് ദിവസവും 90 കിലോമീറ്റർ സഞ്ചരിക്കണം. ജോലിക്ക് പോകണമെങ്കിലേ വീട്ടിൽ നിന്ന് 90 കിലോമീറ്റർ പോകണം. അപ്പോൾ 2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ 90 കിലോമീറ്റർ തിരിച്ചും വന്ന 90 കിലോമീറ്റർ തിരിച്ചും വന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആദ്യ പിടിക്കും. ഇത് എന്തോ ഒരു ദിവസം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കൃപാസദ്യ വരണമല്ല, പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ വന്നാൽ മതിയല്ല പുതുക്കണമെങ്കിലേ. ഇതങ്ങനെയല്ല, ഡെയിലി പോകണ്ടേ, ജോലിയല്ലേ. അപ്പോൾ ജോലി ആകുമ്പോൾ ഇത് വല്ലാത്ത ഭാരം ഉണ്ടാക്കും. ഇവരുടെ ലൈഫ് കർത്താവുമായിട്ട് സെറ്റായിരിക്കണ കാരണം ഇവർ പറയണത് എന്താണെന്നറിയാവോ? ഈ 90 അതായത് ഈ 90 കിലോമീറ്റർ എനിക്ക് വെറും 20 കിലോമീറ്റർ പോലെ തോന്നുന്നുള്ളത്. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്.
ഉടമ്പടി എന്ന് പറയുന്നത് ഒന്നും നമുക്ക് പറയാനില്ല. അതായത് ഇത് ഒരു അനുഗ്രഹം. നമ്മൾ ചോദിക്കേണ്ട വിഷയത്തിൽ ഈശോ ചിലപ്പോൾ അഭിഷേകം തരും. അതാണ് വിഷയം. അനുഗ്രഹം നിങ്ങൾ ദൈവമായിട്ട് അടുപ്പമുള്ള അനുസരിച്ച് കൊണ്ട് അഭിഷേകത്തിന് യോഗ്യതയുള്ള വ്യക്തിയാണെങ്കിൽ അഭിഷേകം തരും. പിന്നെ 90 കിലോമീറ്റർ വെറുതെ 20 കിലോമീറ്റർ തോന്നത്തേയുള്ളൂ. ഭാരം കുറഞ്ഞു തോന്നും. അതെന്താ വിഷയം? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ ഭാരം ലഘുവാണെന്ന് പറയത്തില്ലേ. അത് അനോയിൻറ്റഡ് ആയിട്ടുള്ള വെയിറ്റേജിന് അങ്ങനെ പറയണത്. നമുക്കൊരു അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച്, ദൈവസ്നേഹം ഒരു വ്യക്തിക്ക് വർദ്ധിക്കുന്നതനുസരിച്ച്, ഇപ്പം ഞാൻ ഒരു കൊച്ചിനെ വളർത്താത്തതിന് എന്തൊരു പാടാണ്. ഇപ്പോൾ ഈ 90 കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിക്കുകയും ചെയ്യണം, 3 കുഞ്ഞുങ്ങളെ വളർത്തണം, പിന്നെ പ്രായമായ 2 മാതാപിതാക്കന്മാരുണ്ട്. പ്രായമായ ഒരു മാതാവിനെ പോലും സംഭവിക്കാതെ എന്തുമാത്രം കന്നുകാലികളാണ് വീട്ടിലുള്ളത് നമ്മുടെ വീട്ടിൽ ഇല്ലേ? എങ്ങനെയും കൊണ്ടേ ആക്ക്, ഓൾഡ് ഏജിൽ കൊണ്ടേ ആക്കാൻ പറയും. ഓൾഡ് ഏജിൽ കൊണ്ടേ എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ നോക്കാനൊന്നും പറ്റത്തില്ല, അല്ല എനിക്ക് നിൻ്റെ അമ്മനെ നോക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ അപ്പനെ നോക്കാൻ പറ്റത്തില്ല. എന്താ പ്രശ്നം? അവർക്ക് അനോയിൻറ്റിങ് ഇല്ല. നര പശു സമാൻ എന്ന് പറയത്തില്ലേ? നരം പശുവിനെ പൊരിക്കണം, ഒരു മൃഗമാണ് ശരിക്കും. മറ്റുള്ളവനെ സന്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് നിങ്ങൾ മനുഷ്യത്വത്തിൽ നിന്നും താഴെപ്പോയി, മൃഗമായി. ചില ആൾക്കാർ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നത് എന്താണ്? അയാൾക്ക് അപ്പനും അമ്മയും ഉണ്ടെന്ന് പ്രായമുള്ള. അതാണ് വിഷയം. ഡൈവേഴ്സ് ചെയ്ത് വീട്ടിൽ പതിക്കില്ല, പ്രസവിക്കാൻ പോയിട്ട് പിന്നെ വന്നില്ലല്ലോ. എന്താ വരാഞ്ഞതിൻ്റെ കാര്യം? പ്രായമായ അപ്പനും ഉണ്ട്, അതിൻ്റെ പെടലിക്ക് ഇരിക്കുന്നവർ. നിൻ്റെ പെടലിക്ക് ഇരിക്കത്തില്ല മോളെ, നിനക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കാര്യം നിങ്ങൾ ചെയ്യാം. ഇത്തിരി കട്ടിയുള്ള എല്ലാവിധ ഉത്തരവാദിത്വങ്ങൾക്കും അനുഗ്രഹമല്ല നമുക്ക് വേണ്ടത്. അതിൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇത്തിരി കട്ടിയുള്ള ഉത്തരവാദിത്വങ്ങൾക്കെല്ലാം നമുക്ക് ബ്ലെസ്സിങ് അല്ല വേണ്ടത്. നമുക്കെന്താ വേണ്ടത്? അനോയിൻറ്റിങ്ങാണ് വേണ്ടത്. ഇത്തിരി നീളം നിൽക്കുന്ന കുറച്ച് കാലങ്ങളുണ്ടാവും ഈ പ്രസംഗം ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബ്ലെസ്സിങ്ങിൽ അല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അനോയിൻറ്റിങ് വേണ്ടിയാണ്. ഉടമ്പടിയിൽ എഴുതുമ്പോൾ തന്നെ പറയണം, ഇത് കുറച്ചു കാലം നിൽക്കുന്ന വിഷയമാണെങ്കിൽ എൻ്റെ മക്കൾ അനോയിൻറ്റിങ് എന്ന് പറയണം. ഇപ്പോൾ ഒരു ഓട്ടിസമുള്ള കുഞ്ഞ്, അത് കുറച്ച് കാലം നിൽക്കണേ, ആ കൊച്ചു മരിക്കണവരെ ആ രോഗം ഉണ്ടാകത്തില്ലേ. ചിലപ്പോൾ മാതാപിതാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ രോഗം ചിലപ്പോൾ മാറിയില്ല, വരാത്ത കുടുംബം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട്. കാര്യം നമ്മളിങ്ങനെയുള്ളവർ ഒത്തിരി കാണുന്നതാണ് എല്ലാ ദിവസവും. ഇതിന് അനോയിൻറ്റിങ് പ്രാപിച്ചവരുണ്ടെങ്കിൽ നമ്മൾ ഓർക്കും, ദൈവമേ ആ കൊച്ചിനെ ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറിയപ്പോഴേ ആ കുട്ടി എന്നെ തുപ്പി എൻ്റെ മുഖത്തിട്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത്. ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുകയാണ്, അമ്മയും കുഞ്ഞും അപ്പുറത്തിരിക്കണേ. അപ്പം ഞങ്ങളിരിക്കുമ്പോൾ ആ സമയത്ത് ആ കുഞ്ഞ് കൈയിരുന്നുകൊണ്ട് എന്നെ തുപ്പണം, അതിന് ബോധമില്ല കൊച്ചനെ. അപ്പോൾ ഞാൻ തുടച്ച്, പക്ഷേ എന്നോട് സോറി അവർ പറയുന്നുണ്ട്. പക്ഷേ കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഒരു നോർമലായിട്ട് കൊച്ചാണെങ്കിൽ ഒരു പിച്ചങ്ങനെ വെച്ചു അത് ചെയ്യാൻ പാടില്ലെന്ന് പറയാം അല്ലേ? നോർമലായ കൊച്ചാണെങ്കിൽ. ഇത് നോർമലല്ലോ. എന്നിട്ടും അതിനെ മടി വെച്ചുകൊണ്ട് അമ്മ കൊണ്ടുപോവുകയാണ്. അത് അനോയിൻറ്റിങ് എന്ന് പറയാം. അനോയിൻറ്റിങ്, ഇതിന് കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓർക്ക് ഇങ്ങനെ കൂടുതൽ ഹെവി ലോഡ് നമ്മൾ എടുത്തിട്ട് അനോയിൻറ്റിങ് മേടിക്കണം, അങ്ങനെയല്ല. ഉള്ള വിഷയങ്ങൾ, ഇപ്പം നമുക്ക് ഉള്ള വിഷയങ്ങൾ, ചില വിഷയങ്ങൾ അനുഗ്രഹത്തിൻ്റെ വിഷയങ്ങളല്ല, അനോയിൻറ്റിങ്ങിൻ്റെ വിഷയങ്ങളാണ്, അഭിഷേകത്തിൻ്റെ വിഷയങ്ങളാണ്. അപ്പോൾ എൻ്റെ മക്കൾ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടത്. പത്രം കൊടുക്കുമ്പോഴും ഉപരിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ദൈവസ്നേഹത്തിൽ ലെവൽ കൂട്ടാൻ നോക്കണം. ദൈവസ്നേഹത്തിൽ ലെവൽ കൂട്ടാതെ ജീവിതത്തോടുള്ള കൂടുതൽ ആസക്തികൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഭാരമായി വരും. ഇപ്പോൾ ഈശോ പറഞ്ഞില്ലേ, നിങ്ങളോടുകൂടെ 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണമെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കും ഒരു ഭാരം നമ്മുടെ പെട്ടയ്ക്ക് തന്നാണോ എന്ന് വിചാരിക്കും. നിങ്ങളോട് കൂടെ ഈശോ അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞ വചനെടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മത്തായി 5:40-41. മത്തായി 5:40-41. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരെ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടി 2 മൈൽ ദൂരം പോവുക. അപ്പൊ നിങ്ങൾ ഓർക്ക് ഇത് നടക്കാത്ത കാര്യമാണ്. ഇതെങ്ങനെ 1 മൈൽ പോലും പോകാൻ പറ്റണില്ല, പിന്നെ 2 മൈൽ പോകണമെന്ന് ചോദിക്കും.
പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അനോയിൻറ്റിങ്ങിലേക്ക് പോകാനാണ് ഈശോ പറയണത്. കാര്യം അങ്ങനെ അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ 1 മൈൽ ആവശ്യപ്പെടുന്നതിന് കൂടെ നമ്മൾ 2 മൈൽ പോയാലും നമുക്ക് 2 കിലോമീറ്റർ ഫീൽ ചെയ്യത്തുള്ളൂ. അതാണ് അതിൻ്റെ വിഷയം. കാര്യം അത് ലെവൽ വേറെയാണ്. ബൈബിള് വേറെ ആയതുകൊണ്ട് തന്നെ ഇത് ലെവലും വേറെയാണ്. നിങ്ങളോട് ഇപ്പോൾ 2 മൈൽ, ഇപ്പം നിങ്ങളവർക്ക് മൈല് നടക്കണ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്, നടക്കണ കാര്യമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലൊരു ഭാരം വന്നാൽ, ഇപ്പോൾ ഒരു കൊച്ചിനാണ് കുഴപ്പമെന്ന് വിചാരിച്ചോ, അപ്പോൾ നിനക്കിത് ദൈവമേ ഇത് ചത്ത് കിട്ടി വെച്ച ഭാഗ്യമായിരുന്നു നമ്മൾ ഓർക്കും. അപ്പോഴേക്കും നമ്മളൊരു വഴി കാണുന്ന 2 കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമുള്ള അമ്മമാരെ കാണുന്നത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഞാൻ ഈ പൂങ്കാവിലൊരു വീടിൻ്റെ അവിടെ റോഡിൽ കൂടെ നടക്കുമ്പോൾ എന്നൊരു ചേടത്തി വന്ന് പെട്ടെന്ന് വിളിച്ച്, ജോസപ്പച്ചനല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഒന്ന് വരുവാ. ഞാൻ ചെന്നപ്പോഴുണ്ട് അച്ഛൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. 1 മിനിറ്റ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാകൊണ്ടൊന്ന് വിരിച്ച്. അപ്പം ഞാനവിടെ എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പം പിന്നെ എന്താ, പിന്നെ 2 പിള്ളേരെ കൊണ്ടുവന്ന് കിടത്തി. ഞാൻ ഞെട്ടിപ്പോയി. അത് കിടന്ന് വലുതാകണ പിള്ളേർ, അതിന് കമന്ന് വീണ് വട്ടി കിടക്കുകയാണ്. അങ്ങനെ ആ അമ്മയും ഒരു ഡൈവേഴ്സും ഇല്ലാതെ ആ വീട്ടിൽ നിന്ന് പോകാതെ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. അതാണ് അഭിഷേകം എന്ന് പറയണത്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ചിലർക്ക് പറ്റിക്കുന്ന അബദ്ധം എന്താണെന്നറിയാവോ? രമ്യ വർഗീസിലൂടെ പറയണില്ലേ എന്താ പ്രശ്നം? നിത്യതയെക്കുറിച്ച് യു ഹാവ് നോ ഐഡിയ. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. നിത്യതയെക്കുറിച്ച് ആശയമുണ്ടെങ്കിൽ അപ്പായുമായിട്ട് കണക്റ്റഡ് ഈശോ കണക്ട് ചെയ്ത് തരും. നിങ്ങൾ നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ബോധം വളരുന്നതനുസരിച്ചുകൊണ്ട് ഈശോ അപ്പായുമായിട്ട് കണക്ട് ചെയ്ത് തരും. അപ്പായുമായിട്ട് കണക്ട് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ അനോയിൻറ്റിങ് തുടങ്ങണത് അങ്ങനെയാണ്, പതുക്കെ. കാര്യം ത്രിത്വിക ദൈവം നമ്മളിൽ ഇറങ്ങി വസിക്കുമ്പോഴാണ് ഈ അനോയിൻറ്റിങ് നമുക്ക് ഫീൽ ചെയ്യണത്. കാര്യം എന്ത് ക്ലേശമായാലും നമ്മൾ പുഷ്പം പോലെ എടുക്കും. എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറയും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇപ്പം രമ്യ വർഗീസ് ഞാനങ്ങ് ഓർക്കുക, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അവരുടെ ഓരോ കാര്യവും ഓർത്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് നോക്കിയേ. ഹസ്ബൻഡ് ഇല്ല, നല്ല ചെറുപ്പക്കാരത്തിയാണേ. അവരുടെ ലൈഫിൽ നിന്നാണ് ഹസ്ബൻഡ് പോയിരിക്കണത്. അപ്പം അതുപോലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യണത്? ഇനി ഇവർ ദൈവമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കാരണം, ഇവർ ആത്മീയത സത്യസന്ധമായത് കാരണം ദൈവം എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും. അതിൽ 2 ആഴ്ചക്കുള്ളിൽ വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ പട്ടണത്തിൽ പോകുന്ന, ആ കാട്ടിൽ നിന്ന് പോകുന്നവർ, പട്ടണത്തിലോട്ട് പോകുന്നവർ, അവിടെ എല്ലാ ആശങ്കയും മാറി അവിടെ ലൈഫ്, അവരുടെ വഴി. ഇപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ ഒരു വാക്കൊരു പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ ശക്തി, അതായത് ഈ എല്ലാ വിഷയവും അവർ ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വെച്ചാൽ. ഉടമ്പടി നേർച്ച വസ്തുക്കളെ വെച്ച് അവർ പറയുന്നതറിയാം, അതായത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ആണ് ഞാൻ ശക്തി പ്രാപിക്കണമെന്നാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ ശക്തി പ്രാപിക്കണമെന്ന്. എന്തങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടിയിൽ അതൊരു ഡെലിവറൻസ് ബ്ലെസ്സിങ്സാണ് കൊടുക്കുന്നത്. ആ നേർച്ച വസ്തുക്കളിലെല്ലാം കുർബാന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പ്രത്യേകം മുറി വെച്ച നേർച്ച വസ്തുക്കളെ ഡെലിവറൻസ് ബ്ലെസ്സിങ് ചെയ്യും. അതതിൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ബ്ലെസ്സിങ്സാണത്. ഇപ്പോൾ നമ്മൾ സാധാരണ സിമ്പിൾ ബ്ലെസ്സിങ്സ് ഉണ്ട്, അതല്ല, മറിച്ച് അത് ദൈവത്തിന് കാഴ്ചവെക്കണം. അങ്ങനെയല്ല, മറിച്ച് ഇതിൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ഡെലിവറൻസ് ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ കാസ്റ്റിംഗ് പ്രെയറുമൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണത്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താ പറ്റണത്? നമ്മളും വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രയോഗിച്ച് കഴിയുമ്പോൾ വിശ്വാസ പ്രയോഗമാകുകയാണത്. വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രാർത്ഥനയിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. പിന്നെ എന്താ? വിശ്വാസ പ്രയോഗം. ഏറ്റവും കൂടുതൽ വിശ്വാസ പ്രയോഗം ഉള്ളത് ഉടമ്പടിയിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇവർ തന്നെ ഒരു വീട് കണ്ട്, ആ വീട് കണ്ടപ്പോഴെന്തുകൊണ്ടാണ് നമ്മൾ ചില ആൾക്കാർ 50 വീട് കാണത്തില്ലേ, 50 വീട് കണ്ടാലും ഒന്നും ഉറക്കത്തില്ല. ഇതാണ് എൻ്റെ വീട്ടിൽ ഭയങ്കര തിരക്കുക, കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം, വേണ്ടേ കൊടുത്താൽ പോകുക, ആ വീട്ടിൽ താമസിക്കാൻ പറ്റുക, ഇങ്ങനെ അങ്കലാപ്പും നിലവിളിയുമായിട്ട് നടക്കും. അഡ്വാൻസ് കൊടുക്കുകയുമില്ല. ഇങ്ങനെ എത്രയോ പേര് അങ്ങനെ ചെയ്യണത്, അതാണ് ലൗകികമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു ഒറ്റ വീട് പോയി കാണുന്നു, അപ്പം തന്നെ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് കൊണ്ട് ഇട്ടു, ഈശോ നിൻ്റെ അവകാശം സ്ഥാപിച്ചിരിക്കണം. ഇതെൻ്റെ വീടല്ല, ഞാൻ പൊറുക്കാൻ പോണത് നിൻ്റെ വീട്ടിലാണ്. തീർന്നു. സത്യസന്ധമായി ദൈവമായിട്ട് ജീവിക്കണം ശരിക്കും പറഞ്ഞാൽ. അത് ഉടമ്പടി ഉപ്പെന്ന. അപ്പോൾ അവർ തന്നെ ഇവിടെ പ്രയോഗിച്ച്, അവരതിലൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അതനുസരിച്ച് പ്രയോഗിക്കുകയാണ്. അപ്പോൾ 50 പേര് കാണേണ്ട കാര്യമില്ല, ഒറ്റ വീട് കണ്ടാൽ മതി. നമ്മൾ പൊറുക്കാനുള്ള വീട് കർത്താവിൻ്റെ മുമ്പിലുണ്ട്, കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ അലയേണ്ട, അവനോട് ചോദിച്ച് ഇവനോട് ചോദിച്ച് അലയേണ്ട ഒരു കാര്യമില്ല.
ആത്മാവ് നയിക്കപ്പെടുമ്പോൾ കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മളത് ദൈവം കൊണ്ടുപോകും. അതിൻ്റെ സാധ്യത വരെ ഉടമ്പടിയിലുണ്ട്. എൻ്റെ മക്കൾ അച്ഛൻ്റെ സുവിശേഷ വേല കേട്ടിട്ട് പതുക്കെ ഇതിലേക്ക്, ഈ അനോയിൻറ്റിങ്ങിലേക്കും കർത്താവിൻ്റെ കൃപയിലേക്കും വരാൻ അനുഗ്രഹത്തിൻ്റെ ഒപ്പം തന്നെ അഭിഷേകം നേടിയെടുക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആശ്രയിച്ചിട ദിവ്യ
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. വിശ്വാസ
ആരാധിക്കുന്നു മാളികയിൽ നീയായി ഒരു പരിശുദ്ധാത്മാവേ ദാനത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു മാളികയിൽ നീയായി ഒരു പരിശുദ്ധാത്മാവേ ദാനത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു നിറയണമേ നീയിൽ നിന്നുള്ളിൽ നീതാവുകളാ ഒഴുകണമേ നീയിൽ നിന്നുള്ളിൽ പുതിയൊരു നദിയായി നിറയണമേ നീയിൽ നിന്നുള്ളിൽ നീതാവുകളാ ഒഴുകണമേ നീയിൽ നിന്നുള്ളിൽ പുതിയൊരു നദിയായി ചെഞ്ചലോരും രണ്ടാം അഭിഷേകക്കാറ്റ് അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ പകരണമേ ചെഞ്ചലോരും രണ്ടാം അഭിഷേകക്കാറ്റ് അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ പകരണമേ പരിശുദ്ധാത്മാവേ 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 ഉറക്കെ പാടാം പരിശുദ്ധാത്മാവേ 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 അപ്പസ്തോലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ വിശ്വാസത്താലേ ഞങ്ങൾ ആരാധിക്കുന്നു ഉറക്കെ പാടാം അപ്പസ്തോലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ വിശ്വാസത്താലേ ഞങ്ങൾ ആരാധിക്കുന്നു മാനവമുറിയിൽ നീയായി പരിശുദ്ധാത്മാവേ ദാനത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു മാനവമുറിയിൽ നീയായി പരിശുദ്ധാത്മാവേ ദാനത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ 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 രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. വലിയ നല്ല സമയമാണ്. രോഗികൾ അവരുടെ രോഗമുള്ളിടത്ത് കൈകൾ വെക്കണം. നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, വീട്ടിലുള്ളവർ, രോഗപീഠകൾ അനുഭവിക്കുന്നവർ, അവരൊക്കെ എവിടെയാണ് രോഗമുള്ളത് അവിടെ നമ്മൾ കൈവെക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഏറ്റവും പ്രാർത്ഥിക്കുക. കർത്താവേ, നീ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈ അൾത്താരയിലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയില് ഞങ്ങള് ആശ്രയിച്ചുകൊണ്ട് തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഈ ധ്യാനം ഉടമ്പടി കേൾക്കുന്നവരും ഓൺലൈനിൽ കേൾക്കുന്നവരും കർത്താവേ, ഇപ്പോൾ അഭിഷിക്തരാകണമേ. ഈശോ സ്വർഗം തുറക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ,
സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഞങ്ങൾ ഏത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ ശരീരത്തിന്റെ അവസ്ഥകളെ ദൈവമേ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ അണിപ്രതാർന്ന അത്ഭുതകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ വേദികള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ഭവനരഹിതര്, പല പല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട്, അനുകൂലമായ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ, ചില സ്കൂളുകളിലെ കോളേജുകളിലും അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന മക്കൾ, അവരുടെ മാതാപിതാക്കന്മാർ, വിസ പുതുക്കി കിട്ടാൻ വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കുന്നവർ, അവരുടെ മാതാപിതാക്കന്മാർ, ആ മേഖലകളിലെല്ലാം സാമ്പത്തികമായ ബാധ്യതകൾ, ജപ്തി നടപടികൾ, കടങ്ങൾ, കേസുകൾ, വ്യാജ കേസുകൾ, ആ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ ഇടിമുഴക്കം പരിശോധിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിൽ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൽ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. ജപ്തി നടപടികൾ, കർത്താവെ ജോലിയില്ലാത്ത അവസ്ഥകൾ, വിദേശ ജോലികൾ, വിദേശ യാത്രകൾ, വിസ പുതുക്കി കിട്ടാത്ത അവസ്ഥകൾ, വിവാഹം ഒത്തുവരാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, ജീവിതമാർഗം മുട്ടിപ്പോയ അവസ്ഥകൾ, വരുമാനമാർഗം അടഞ്ഞുപോയ അവസ്ഥകൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവരും മുട്ടേ നിൽക്കുക. മക്കളെ, സമാപന ആശീർവാദത്തിന് മുമ്പായിട്ട് നിങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ, ഈ ആഴ്ചയിൽ നിങ്ങൾ എത്രയും വേഗം ചെയ്തു മാറേണ്ട കാര്യങ്ങൾ, നടന്നു മാറേണ്ട കാര്യങ്ങൾ, നിങ്ങൾ വിഷമിപ്പിക്കുകയോ പ്രതീക്ഷിപ്പിക്കുകയോ ചെയ്യുന്ന തീയതികൾ ഒക്കെ ഓർക്കുക. കർത്താവ് ആ മേഖലയെല്ലാം നിങ്ങൾ ആശീർവദിക്കുന്ന സമയമാണ്. ജീവിതമാർഗങ്ങൾ, ആലോചനപ്പെടുത്തുന്ന വ്യക്തികൾ, സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, കേസുകൾ എല്ലാം ഓർക്കുക. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ, നിൻ്റെ തിരുമുറുപാർന്ന വലുതുകരം കുഞ്ഞുങ്ങളുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധ്യബന്ധങ്ങളുടെ മാംസപേശികളിലും രക്തഞരമ്പുകളിലും അവർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് അവർക്ക് ആന്തരികമായ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവസത്യ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.